സംബന്ധിച്ച് ഞങ്ങൾക്കറിയാലോ, ഔലിയാണോ അല്ല ജാമകള്ളനാണോ എന്ന് അറിയാലോ. അല്ലേ അല്ലേ? ഞാനിപ്പോ ഔലിയാണോ അല്ല ജാമകള്ളനാണോ നമുക്കറിയാം. അല്ലേ അല്ലേ? അവ നമുക്കറിയോ. എന്നാലും പറയട്ടെ, ആരെന്തു പറഞ്ഞാലും ആരെന്തു മനസ്സിലാക്കിയാലും 40-ൽ ഒരാളെങ്കിലും അല്ലാഹുവിന്റെ വലിയുണ്ട്. അയാളെ ദുആ തള്ളിക്കളയില്ല. അപ്പൊ നല്ല ഉന്മേഷത്തിലെ ആമീൻ പറയണം. കാരണം ഇതൊരു ദുആ ഇജാബത്തുള്ള ഒരു മജ്ലിസാണ്. ഒരു വലിയെങ്കിലും ഇവിടെ ഉണ്ട്. അത് ആരാണ് ആ വലിയ? ഇരുന്നോളൂ പ്ലീസ് എല്ലാവരും. മജ്ലിസ് ഒന്ന് ചന്താക്കി നല്ല റാഹത്താക്കി. ഇൽമിനെ ബഹുമാനിക്കണം, ഇൽമുള്ളവരെ ബഹുമാനിക്കണം, ഇൽമിന്റെ മജ്ലിസിനെയും ബഹുമാനിക്കണം. അപ്പൊ ആ ബഹുമാനത്തിന്റെ ഭാഗമാണ് മജ്ലിസിനെ ബഹുമാനിക്കുക. ഒരു കിട ഇങ്ങോട്ട് ഇലവമ്മ, ആ തൊപ്പി വെച്ച കിട ഇലവമ്മ. സ്പീഡോ ഈ എതിരിലുള്ള 6 കസലകൾ, 7 കസലകൾ എടുത്തിട്ട് ഇത് നടുവിൽ തന്നെ ഇട്ടുകൊണ്ട് പോകും. ബാക്ക് അട്ടിവെച്ച കസാല എടുക്കണ്ട. ഇൻഷാ അല്ലാഹ് ആൾക്കാർ വരും. ഇനി വന്നില്ലെങ്കിൽ നമുക്കതിൽ ബേജാറില്ല. തങ്ങൾ പറഞ്ഞു വന്നില്ലെങ്കിൽ ബേജാറില്ല. കാരണം നമുക്ക് ആക്കുന്നുമില്ല. അല്ലാഹു തആല തൗഫീഖ് കൊടുത്തവർ വരും. അത്രന്നെ ഇരിക്കട്ടെ. അപ്പൊ ദുആക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസ് ആയതുകൊണ്ട് നമുക്ക് നല്ലോണം ദുആരക്കണോ. നിങ്ങൾ ഖൽബ് തുറന്നിട്ട് ആമീൻ ചൊല്ലണോ. ഞങ്ങളെ തടിയിൽ ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്, മുറാദുകളുള്ളവരുണ്ട്, പറയാൻ പറ്റിയതും പറ്റാത്തതുമായ വിഷമങ്ങൾ വെച്ച് നടക്കുന്നവരുണ്ട്. എല്ലാം നമുക്ക് അല്ലാഹുവിനോട് ദുആരക്കാം. അല്ലാഹു ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണം. നല്ല റാഹത്തിലിരിക്കണം, നല്ല ഉന്മേഷത്തിലിരിക്കണം, നല്ലൊരു മജ്ലിസ്. നിങ്ങൾ ഇടക്കിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ എല്ലാം മറന്നിട്ട് മദീനയെ ഓർത്തുകൊണ്ട് മുത്തുനബി തങ്ങളെ ഖൽബിലേക്ക് ആവാഹിച്ചുകൊണ്ട് സലാത്ത് ചെല്ലണം. നല്ല നല്ല ആമീൻ പറയണം. ഞാൻ കേട്ടതിന് ചിലപ്പോൾ നിങ്ങൾ പ്രതികരണം പറയേണ്ടി വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. എന്റെ വിഷയമല്ല, ഞാൻ ആമുഖമായിട്ട് ഇത് പറയാണ്. ഇന്ന് തുടക്കമല്ലേ. അപ്പൊ ഇതിന്റെ മഹത്വം ഒന്ന് അറിയണം. എല്ലാരും കുറച്ചു നേരം ഇരുന്നിട്ട് സഹകരിക്കണം. എല്ലാവരും ബാഡ്ജ് കുത്തിയോറും കുത്താത്തോറും കമ്മിറ്റിക്കാരും അല്ലാത്തോറും. അതിന്റെ ഇടയിൽ വേറെ എന്ത് വിഷയം ആക്കാൻ കഴിയും. കാരണം ഇതൊരു നേർച്ച കിട്ടുന്ന പരിപാടിയല്ല, ഇത് നടക്കട്ടെ നിറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. കൊല്ലം നടത്തുന്നില്ലേ, ഈ കൊല്ലം വോട്ട് നിറഞ്ഞിട്ട് വെക്കേണ്ട പരിപാടിയല്ല. ഇനി അള്ളാന്റെ അടുക്ക് വലിയ മഹത്വമുണ്ട്. ഏറ്റവും വലിയ ഇബാദത്താണ് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി നൽകപ്പെടുന്ന അമലാണ് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം. തോന്നിയ പോലെ എണിച്ചു പോകാനും തോന്നിയവന്റെ എല്ലാം വിഷയാക്കാനും ഇടക്കിടക്ക് മൊബൈലിൽ ചെല്ലാനും നിങ്ങൾ അവരുടെ വിഷയം ചെല്ലാനും സ്വകാര്യ വിഷയം പറയാനൊന്നും അല്ല ഇട. ഇത് ഇൽമാണ്. ഇൽമെന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്, ഏറ്റവും വലിയ ദിക്റാണ്. ഏതാമലിനും ആദ്യം വേണ്ടത് ഇൽമല്ല, ഏത് ഇബാദത്തിനും ആദ്യം വേണ്ടത് ഇൽമല്ല. ഇൽമില്ലെങ്കിൽ എന്ത് ഈമാൻ, ഇൽമില്ലെങ്കിൽ പിന്നെന്ത് ഇസ്ലാം, ഇൽമില്ലെങ്കിൽ പിന്നെന്ത് അമല, ഇൽമില്ലെങ്കിൽ പിന്നെന്ത് ദീന്. അല്ല ഇൽമു ഹയാത്തുദ്ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ. ഇൽമില്ലാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല. ഈമാനും ഹിദായത്തും ഈമാനും ഇസ്ലാമും എല്ലാം ഇൽമിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാ ഇത് സ്വർഗത്തിന്റെ തോപ്പായത്. നിസ്കാരം നടക്കുന്ന മജ്ലിസ് നോക്കിയിട്ട് മുസ്തഫായ റസൂലുള്ളാഹി സ്വർഗത്തിന്റെ തോപ്പാണെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഓതുന്ന ആൾക്കാരെ നോക്കിയിട്ട് സ്വർഗത്തിന്റെ തോപ്പിലാണ് ഇരിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ദിക്ർ ചൊല്ലുന്നവരെ നോക്കിയിട്ട് സ്വർഗത്തിന്റെ അഹ്ലുകാരെ സ്വർഗത്തിന്റെ തോപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇൽമ കേൾക്കാൻ വേണ്ടി കൂടിയവരാ, ഇൽമ പഠിക്കാൻ വേണ്ടി കൂടിയ ആൾക്കാർ ആ മജ്ലിസിനെ സംബന്ധിച്ച മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഭാഗമാണ്. ഞാനും നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പില്ല.
അള്ളാന്റെ അനുഗ്രഹങ്ങൾ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അവന്റെ കാരുണ്യം ഈ സമയത്ത് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കാണുന്ന പച്ചിലകളും ഈ കാണുന്ന മരങ്ങളും എന്തിനേറെ പറയണം, ഞങ്ങളെ കാലിന്റെ അടിയിൽ ചവിട്ടിയതായ കല്ലുമണ്ണുകൾ പോലും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്നു. ദുആരക്കുന്നു മങ്ങള്, ദുആരക്കുന്നു മുസ്ലിമേ. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ കാരണം എന്താ? ഈ കാണുന്ന പ്രകൃതിയും പിന്നെ ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദുആരക്കാനുള്ള കാരണം ഈ സമയത്ത് നിങ്ങൾ ഇടപെട്ടിരിക്കുന്നത്, ഏർപ്പെട്ടിരിക്കുന്നത്, ഈ സമയത്ത് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി അള്ളാന്റെ അടുക്കൽ അത്രക്കും വലിയ പുണ്യമേറിയ അമലായതുകൊണ്ടാണ്. സിമ്പിളായിട്ട് കാണണ്ട, നമുക്ക് പിന്നെ ഇപ്പൊ എല്ലാം സിമ്പിൾ തന്നെയല്ലേ. എല്ലാം സിമ്പിള്, പള്ളിയും സിമ്പിള്, മദ്രസും സിമ്പിള്, മൗലൂദും സിമ്പിള്, എല്ലാം ഒട്ടാരം. അതിനൊരു നിലയും വില ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങളെ വിഷയം പറയുന്നല്ല അവന്. ഞാൻ ഈ ചെന്ന പോലത്തെ സ്റ്റൈല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അടുത്ത കൊല്ലം വിളിച്ചില്ലെങ്കിലേ ആനക്കുതിര എന്താവാനില്ല. ഇപ്പൊ നമുക്ക് ഇതിനോടൊന്നും വലിയൊരു മഹത്വം നടക്കട്ടെ. കഴിഞ്ഞ കൊല്ലം നടന്നിട്ടില്ല, ഈ കൊല്ലം നടക്കട്ടെ. ഇനി പുതിയ കമ്മിറ്റി ആകുമ്പോൾ ചെല്ലാ വേണ്ട, അല്ല കമ്മിറ്റിക്കാരെ പുറത്താക്കാലേ. ആ നിയ്യത്തല്ല വേണ്ടത്. നേർച്ച വീട്ടാനുള്ള നിയ്യത്തല്ല ഇത്. പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ല ഇത്. ദുനിയാവിന്റെ ലാഭമല്ല ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. മിനിങ്ങളായ നമ്മള് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് പരലോകത്തിന്റെ മോക്ഷമാണ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്, മുത്തുനബി തങ്ങളോടൊപ്പമുള്ള സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്, ഈമാനോടെയുള്ള മരണമാണ്. അതാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പറയട്ടെ, അതിന് ചിലപ്പോ ആള് കൂടും, ചിലപ്പോ കുറയും. ഇങ്ങനത്തെ പരിപാടി ആകുമ്പോ ആൾക്കാർ കുറയണം തന്നെ. എന്തറിയോ, നല്ല പരിപാടി ആകുമ്പോ ആൾക്കാർ കുറയുന്നത്. വിളിച്ചോരെല്ലാരും നോട്ടീസ് കണ്ടോരെല്ലാരും അയൽ കേൾക്കാൻ വന്നെങ്കിൽ പിന്നെ നരകം മണ്ണയാവല്ലേ. പിന്നെ ഒരു 90% ആൾക്കാർ പറഞ്ഞ ഞങ്ങൾ ഒടുവാറ് മഹല്ലത്തിന്റെ ബാല്യക്കാരും വയസ്സന്മാരും 8:30 മണിക്ക് തുടങ്ങുന്ന വയലിന് 7:50 തന്നെ വരണ. ഡേ നൈറ്റ് മാച്ച് ഫെഡ്ലൈറ്റ് മാച്ച് വെച്ചെങ്കിൽ അതിനാണ് ആൾക്കാർ കുറയണം. അല്ല ഇഷ്ടപ്പെടുന്ന പരിപാടിയാകുമ്പോ, അല്ല കബൂലാക്കുന്ന പരിപാടിയാകുമ്പോ, പരലോകത്തേക്കുള്ള അമലാകുമ്പോ അവിടെ ആൾക്കാർ കുറയുമെന്നത് സാധാരണയാണ്. അത് വിഷയമല്ല, അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല, അതൊരു ബേജാറാക്കേണ്ട വിഷയമല്ല. ഈ കാലം കണ്ട സഹാബികളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ പണ്ഡിതനാണ്, മഹാനാണ്. ഈ ഉമ്മത്ത് കണ്ട ആലിമീങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹന്യനായ പണ്ഡിതനായിരുന്നു മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യമനിലേക്ക് റസൂലുള്ളാഹി പറഞ്ഞയച്ചോ, അവിടെ പോകണം, ആ നാട്ടുകാർക്ക് നീ ദീൻ പറഞ്ഞു കൊടുക്കണം, അവിടെ ചെന്നിട്ട് വഅദ് പറയണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണോ, അവരെ തൗഹീദിലേക്ക് വിളിക്കണോ. നീ അങ്ങോട്ട് പോ, യമനിലേക്ക് പോ. മഹാനർ സമ്മതിച്ചു. ഉമ്മാന്റെ അടുക്കലേക്ക് വന്നിട്ട് ഉമ്മയോട് പൊരുത്തം കേട്ടിട്ട് പറഞ്ഞു, ഉമ്മ എന്നെ റസൂലുള്ളാഹി അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ്, എന്നെ റസൂലുള്ളാഹി പറഞ്ഞേക്കുകയാണ്, ഞാൻ യമനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, വേണ്ട പൊന്നെ, നീ മദീന വിട്ടിട്ട് പുറത്തു പോവല്ലേ. എന്തേ കാരണോ? എപ്പോഴും നബി തങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാലോ എവിടെ, ആ പരിശുദ്ധമായ മുഖം കണ്ടുകൊണ്ടിരിക്കാലോ എവിടെ, നബി തങ്ങളെ ചാരത്തിരിക്കാലോ എപ്പോഴും, നബി തങ്ങളോട് വിഷയം പറഞ്ഞിട്ടിരിക്കാലോ എപ്പോഴും, ഏത് സമയത്തും നബി തങ്ങൾക്ക് കൈ കൊടുത്തിരിക്കാലോ എപ്പോഴും. അത് നഷ്ടപ്പെടുമല്ലോ മോന്. യമനിലേക്ക് പോയാ പിന്നെ നബി തങ്ങളെ കാണാൻ കഴിയില്ല, നബി തങ്ങളോട് കൂടെ ഇരിക്കാൻ കഴിയില്ല, നബി തങ്ങളോടൊപ്പം വിഷയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബി തങ്ങളെ കാണുന്നതിനേക്കാളപ്പുറം വേറെന്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനേക്കാളപ്പുറം വേറെന്ത്, ഒന്നുമില്ല. അതുകൊണ്ട് മോൻ പോണ്ട, മദീനല്ല യമനിലേക്ക് പോണ്ട. ഞമ്മളെ ഉമ്മ ചെല്ലിയ പോലൊന്നും ചെല്ലുന്നതല്ല. മോനെ നീ പോണ്ട, കരയും, ഇവിടെ ഫീസാര് കെട്ടുന്ന,
അങ്ങനൊന്നും അല്ല മദീന റസൂലുള്ളാഹി തങ്ങളില്ലേ ആയതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. എന്റെ വിഷയം ഇതല്ല, ഞാൻ വിഷയത്തിലേക്ക് വരുന്ന പരിപാടി തുടങ്ങുന്നതല്ലേ. നാളെയോ അങ്ങനെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ വയലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി കുറ്റ്യാടി, അതുപോലെ തന്നെ തങ്ങൾമാരെല്ലാം വരാനുണ്ട്. ഉസ്താദിന്റെ വയലെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ കഴിവതും വേഗം വന്നിട്ട് വേഗം കേട്ടിട്ട് വേഗം തീർത്തിട്ട് പോണം. തുടങ്ങാൻ വേണ്ടി കാക്കണ്ട. എല്ലായിടത്തും അങ്ങനെ, ഇവിടെയും അങ്ങനെ. തുടങ്ങട്ട് ഞങ്ങൾ ചെന്ന കണ്ടത് ഞാൻ വന്ന പിന്നെ തുടങ്ങാം. ഓറ് ചെന്ന കണ്ടത് ഞാൻ തുടങ്ങി പിന്നെ പോവാം. അപ്പൊ എന്താക്കണം ഉസ്താദ്, ഞങ്ങൾ ഏതായാലും തുടങ്ങും. ആൾക്കാർ കൂടും കൂടാതിരിക്കും. ചിലപ്പോ 4 ആളായിരിക്കും, ചിലപ്പോ 40 ആളായിരിക്കും, 4000 അതൊന്നും വിഷയമല്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങളോട് ഉമ്മ പോണ്ടാന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയേ ഞാൻ പോകുന്നില്ല, യമനിലേക്ക് ഞാൻ പോകുന്നില്ല, ഖത്തീബായിട്ട് പോകുന്നില്ല, ഇമാമായിട്ട് പോകുന്നില്ല, മുഅല്ലിമായിട്ട് പോകുന്നില്ല, ഞാൻ പോകുന്നില്ല. എന്തേ നിങ്ങളെ ആളെ കേട്ട് പോണ്ടാന്ന് ഉമ്മ ചൊല്ലിനി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അല്ല നീ പോണം. റസൂലുള്ളാഹി കൽപ്പിച്ചാ പിന്നെ സ്വീകരിക്കൽ നിർബന്ധമാണ്. പിന്നെ ഉമ്മ പാപ്പാൻ അവിടെ നോക്കണമെന്നില്ല. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞൊന്നുണ്ട്, സമാധാനിപ്പിച്ച ഒന്നുണ്ട്, നീ യമനിലേക്ക് പോയിട്ട് അവിടെ ക്ലാസ് എടുത്തിട്ട്, ഖുർആൻ ക്ലാസ് എടുത്തിട്ട്, വഅദ് പറഞ്ഞിട്ട്, ദീൻ നടത്തിയിട്ട്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, നിന്നെ കൊണ്ട് ഒരാളെങ്കിലും അവിടെ നിന്നായാൽ, ഒരാളെങ്കിലും നിന്നെ കൊണ്ട് നിന്നായാൽ, നിന്റെ ഉപദേശം കേട്ടിട്ട് ഒരാളെങ്കിലും നേർവഴിയിലേക്ക് വന്നാൽ, ഒരാൾക്കെങ്കിലും നിന്റെ വാല ഉപകാരപ്പെട്ടു പോയാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് നിനക്ക് ലഭിക്കുന്നതിനേക്കാളും, ഈ ദുനിയാവിലുള്ളതെല്ലാം നിനക്ക് കിട്ടുന്നതിനേക്കാളും, ഈ ദുനിയാവിലെ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും, എന്റെ ചാരത്തെപ്പോഴും കൂടുന്നതിനേക്കാളും നിനക്കത് ഖൈറാണ്. ഒരാൾക്കെങ്കിലും നിന്റെ ഉപദേശം ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലത്. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്താൻ. ആൾക്കാർക്ക് പറഞ്ഞു എന്റെ കൂടി എങ്ങനെ ഉസ്താദ് പിന്നെ ചെല്ലിയല്ലേ നമുക്ക് ബേജാറാക്കണമെന്നില്ല. പരലും ചെല്ലി ഞാൻ വന്നിട്ട് ഇറങ്ങിയ പാടും ചെല്ലിയും ഉസ്താദെ, ചെറിയ നല്ല നാട് ആയെങ്കിലും ചെറിയ നാട്, അപ്പളേ എനക്ക് പൊട്ടി ആളില്ല. കാരണം ഞാൻ ഇത് കേൾക്കുന്ന കുറെ കാലായി. ഉസ്താദിനെ ഞാൻ ബേജാറായി പോണ്ടാന്ന് സമാധാനിപ്പിക്കുന്നതാണ്. ഒന്നാമത് വിളിച്ചിട്ട് വന്ന ആള് ഒരു അതിഥിയാണ്, ഗസ്റ്റ് ആദരിക്കപ്പെടണം. രണ്ടാമത് ഒരു ആലിമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ആളല്ലേ, ഞാനതല്ലെങ്കിലും നിങ്ങളെ കൺസെപ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പൊ അതെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ സമാധാനിപ്പിക്കുന്നതാണ്. ഉസ്താദെ ആൾക്കാർ കുറച്ചോ. പിന്നെ ഉസ്താദ് ഇങ്ങനെയും പറഞ്ഞു, എന്താ പറഞ്ഞ അതേ മനസ്സിലായി നമുക്ക്, എനിക്കായിട്ട് അപ്പുറം മനസ്സിലായി. ബാംഗ്ലൂർ പോയി മാത്രമല്ല, അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചല്ലേ ഓടുവാറുണ്ട്. ബാംഗ്ലൂർ പോകുന്നതിന് നിങ്ങൾ തിരുത്തലൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് സംഗീതം നന്നായിട്ട് അറിയുന്നുണ്ട്. ഉസ്താദ് അത് മാത്രമേ ചെല്ലില്ല. ചില നാട്ടിൽ പോയ ഉസ്താദ്മാർ ചെല്ലാൻ കണ്ടറിഞ്ഞ ഉസ്താദ്മാർ നാട്ടുകാരും, ഉസ്താദെ ആണുങ്ങൾ കുറച്ചായെങ്കിലും പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ടോ ഊട് ഉസ്താദ്, പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ട് ചെല്ലിച്ചെന്തേ പെണ്ണുങ്ങൾ കുറച്ചെന്നെ ഓടുവാറിൽ അത്രയല്ല മനുഷ്യന്മാരല്ലേ. പിന്നെ പണ്ടത്തെ പോലെ ചൂട്ടും പിടിച്ചിട്ട് വേലയൊക്കെ പോലെ ഇല്ല. ഇപ്പൊ പിന്നെ ടിപ്പറുള്ളവരും JCB കയറിട്ട് പോകുന്നതിന് അതൊരു ഫാൻസ്. ഇപ്പൊ വയലും കാര്യമല്ല, ഒരു ഫാഷനാണ്. അയാളാള്, ഈ ആളാള്, അതിന്റെ ആള്, ഇതിന്റെ ആള്. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല. നാളെ ചിലപ്പോൾ ക്ലിപ്പ് വന്നാലും ആയി, എനിക്ക് സാരമില്ല. വേറെന്തോ ആവും പോകുന്നില്ല. ഇപ്പോൾ മലമറിയല ഞങ്ങൾക്ക് ഒരേ നീയത്തുള്ള അള്ളാഹ്ക്കെതിരായില്ലെങ്കിൽ മതി പറയുന്നത് അത്രനെ. ഉമ്മാക്കെതിരായെങ്കോ, പ്രസിഡന്റിനെതിരായെങ്കോ, ഉസ്താദിനെതിരായെങ്കോ, പാർട്ടിക്കാർക്കെതിരായെങ്കോ, അള്ളാഹ്ക്കെതിരായില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെതിരായില്ലെങ്കിലായി. പറയുന്നത് അല്ലാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. ഹക്ക് മാത്രം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലത് മാത്രം പറയാൻ അല്ലാഹു ഞങ്ങളെ നാവിനെ അല്ലാഹു വിധിക്കട്ടെ. ഒരാളെ കൊണ്ടും ഒരാളെയും ഞങ്ങളെ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അല്ലാഹു ഫിത്നയാക്കാതിരിക്കട്ടെ. ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടണം. 3 ദിവസത്തെ വാല്യൂ കേട്ടിട്ട് അല്ലെങ്കിൽ 2 ദിവസത്തെ വാല്യൂ കേട്ടിട്ട് ഒരു കാര്യമെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ ഈ പരിപാടി അൽഹംദുലില്ലാഹ് വിജയിച്ചു.
നിങ്ങൾ ഈ സംഘടിപ്പിച്ചത്, നിങ്ങൾ ഉറക്കൊഴിഞ്ഞിട്ട് വന്നത്, ഈ ഉസ്താദുമാരെ കഷ്ടപ്പെട്ടത്, ഇതിനു വേണ്ടിയിട്ട് എത്രയോ ആയിരക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയത് എല്ലാം ഫലായി. ഒരാൾക്കെങ്കിലും ഒരു കാര്യം പഠിക്കാൻ കിട്ടിയാൽ മതി. ഒരു കാര്യം എല്ലാവർക്കും പഠിക്കാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. അപ്പൊ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും അനുഫലം ലഭിച്ചു കഴിഞ്ഞാൽ, ഈ പരിപാടി കൊണ്ട് ഒരാൾക്കെങ്കിലും ദീനിയായ നിലക്കുള്ള ഗുണം ലഭിച്ചാൽ, ആഖിറത്തിലേക്ക് ഉതകുന്ന ഗുണമുണ്ടായാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ പ്രപഞ്ചം നിനക്ക് കിട്ടുന്നതിനേക്കാളും അത് വലിയ കാര്യമാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ഈ പരിപാടി വെച്ചവർക്കും സംഘടിപ്പിച്ചവർക്കും ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി നേതാക്കൾക്കും അതിന്റെ ഓരോ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ അഭിമന്യരായ ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ ആലിമീങ്ങൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. എനിക്കും അതുപോലെ തന്നെ തങ്ങൾക്കും കൂടിയ പലർക്കും ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾക്കെല്ലാം ഇന്ന് നല്ല ഭക്ഷണം വിളമ്പി തന്ന ഖാലിദ് കോടി, മാഷാ അല്ലാഹ്, അല്ലാഹു ആ സൽക്കാരം കബൂലാക്കട്ടെ. അവർക്കും പ്രത്യേകിച്ച് അത് ഒരുക്കി തയ്യാറാക്കിയ പൊരന്റെ പെണ്ണുങ്ങൾക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സും രണ്ട് ലോകത്തുള്ള സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവരിലും ഞങ്ങളിലുമുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കട്ടെ. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ കൂലി, ഞങ്ങളെ അധ്വാന ഫലം മരുന്നിന് ചെലവാക്കപ്പെടേണ്ട ഗതികേട് അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഞങ്ങൾ കൊടുത്ത സദഖാന്റെ കൂലി ഞങ്ങളെ ഉമ്മാക്ക് ബാപ്പാക്ക് മരിച്ചുപോയവരിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ മുസ്ലിമീങ്ങളാണല്ലോ, ഇനി നന്നായിട്ട് കേട്ടോ, ഇനി നന്നായിട്ട് കേട്ടോ. ഞങ്ങളെ പരിപാടി ഒരു 8:30 9 മണിയാകുമ്പോൾ ആരംഭിച്ചുവല്ലോ. ഏകദേശം ഒരു 9:15 9:20 നേരത്ത് ഞാൻ നിന്നോ, 9:17 നേരത്ത് ഞാൻ നിന്നോ. ഇൻഷാ അല്ലാഹ് ഒരു 10:30 11 മണി വരെ സ്കൂളും മദ്രസ നാളെ സൺഡേ അല്ലേ, മദ്രസ പിന്നെ എന്തില്ലെങ്കിലും മനുഷ്യന്മാർക്ക് പണി. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ല. വയസ്സന്മാരെല്ലാം പഴയ കാലത്തുള്ള വയസ്സന്മാർ കുറച്ചെങ്കിലും ആരോഗ്യം, ഞങ്ങളെ ബാല്യക്കാരെ കാട്ടി കുറച്ചെങ്കിലും അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ട് വയസ്സന്മാർക്ക് അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. നമുക്ക് എന്തേ അവരന്നത്തെ ആ ഫുഡും അവരാ പാച്ചളും അവരധ്വാനം. എന്നെങ്കിലും ചില ആൾക്കാരെ കീശലുണ്ടാവും. ഷുഗറിന്റെ ഗുളിയ 1 കിലോ, പ്രഷറിന്റെ ഗുളിയ 300, 4 ഗ്രാം മൂത്രത്തിന്റെ കല്ലിന്റെ എല്ലാം ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയാണ്, പണ്ടത്തെ പോലല്ല. എല്ലാവർക്കും രോഗമാണ്. ഇപ്പൊ എല്ലാവർക്കും രോഗമാണ്. ഇപ്പൊ പെറ്റ കിടാവിന് വരെ രോഗമാണ് അല്ലേ? ടെസ്റ്റ് ആക്കാത്ത മനുഷ്യൻ 4 ടെസ്റ്റിന് പോയെങ്കിലും അങ്ങനെ രോഗം തന്നെ വരുന്ന റിപ്പോർട്ട്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഇപ്പൊ പഴയ കാലം പോലെ ഇപ്പൊ 20 ആകുമ്പോൾ ഷുഗർ, 21 പ്രഷർ, 23 കബൂർ, തീർന്നു, ഖത്തം, ഖലാസ്. അല്ലാഹു കാക്കട്ടെ. ഇനി രോഗങ്ങൾ കൂടും. ഞമ്മ കേൾക്കാത്ത പുതിയ പുതിയ രോഗങ്ങൾ വരും. മരുന്ന് പോലും സക്സസ് ആവാത്ത രോഗങ്ങളാണ്. അതല്ലാന്റെ പരീക്ഷണമാണ്, അതല്ലാന്റെ പരീക്ഷണമാണ്. അല്ലാഹ് ഞങ്ങളെ പരീക്ഷിക്കുന്നത് എപ്പോഴറിയാ? അല്ലാഹ്ക്ക് ഞങ്ങൾ വേണ്ടാതാവുന്ന അവസ്ഥ എപ്പോഴറിയാ? അല്ലാഹു ഞങ്ങളെ കൈവിടുന്ന അവസ്ഥ എപ്പോഴറിയാ? ഞങ്ങൾ അല്ലാഹനെ മറക്കുമ്പോ, അവന്റെ ദിക്റില്ലാതെ പോകുമ്പോ, അല്ലാഹനെ ഞങ്ങൾ മറക്കുമ്പോ പിന്നെ അല്ലാഹ് ഞങ്ങളെയും മറക്കുന്നു. فإن له معيشة ضنكا. നന്നായിട്ട് കേട്ടോ, പരിശുദ്ധ ഖുർആനാണ്. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പച്ചക്ക് പറയുകയാ, എന്റെ ദിക്ർ ഒരാൾ മറന്നുപോയാൽ, എന്റെ ദിക്റിൽ നിന്നിട്ട് ഒരാൾ പിന്തിരിഞ്ഞു പോയാൽ, എന്നെ ഒരാളെ
എന്നിൽ നിന്നിട്ട് അകന്നു പോയാൽ, എന്റെ ദിക്റില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു പോയാൽ, പിന്നെ അവന്റെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാകും, പ്രയാസങ്ങൾ നിറഞ്ഞതാകും, ബുദ്ധിമുട്ടുകളെ ക്ലേശങ്ങൾ നിറഞ്ഞതാകും. കാരണം എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ എണക്കും വേണ്ട. അത് കുറുക്കോ, എന്നെ നിങ്ങ പിടിച്ചോ, അത് കുറുക്കും, ഞാൻ നിങ്ങളെ കൈവിടല. നിങ്ങൾ എന്നെ പിടിച്ചോ, എന്നെ ഓർത്തോ, എന്റെ ദിക്ർ ചൊല്ലിക്കോ, അത് കുറുക്കും. എല്ലാരും കേൾക്കണോ? എല്ലാരും കേൾക്കണോ? എല്ലാരും കേൾക്കണം, എല്ലാരും കേൾക്കണം. കുറച്ചു നേരം മൊബൈലെല്ലാം സൈലന്റ് ആക്കണം. ഇതിന്റെ ഇടയിൽ ചില്ലണ്ട. ഇൽമിന്റെ മജ്‌ലിസിന് നമുക്കൊരു ബഹുമാനമുണ്ട്, അത് കളയാനേ പാടില്ല. ദുനിയാവിന്റെ ബിസിയും കടവും നറുക്കും ലക്കടിപ്പും ഡ്രോയും പിന്നെ പെങ്ങളെ ഫോണോ അമ്മായിന്റെ ഫോണൊന്നും ഈ 2 മണിക്കൂറിൽ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങളെ സൗകര്യം അത് വേറെ വിഷയം. ഇതിനൊരു ബഹുമാനമുണ്ട്. ബഹുമാനം എന്നത് വലിയ കാര്യമാണ്. കുറെ വയല് കേൾക്കണ്ട, കുറെ ഹജ്ജും ഉംറയും ആക്കണ്ട, കുറെ നിസ്കരിക്കണ്ട, കുറെ ഖത്തം തീർക്കണ്ട. നല്ലോണം വേണ്ടത്, കുറെ വേണ്ടത് അദബ്, ബഹുമാനം. 14,000 ആണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സുജൂദിട്ട ആളാണ് അസാസി. എത്ര? നമ്മളെ പോലെ ആട്ടിക്കുരുക്ക പുണ്യമൊക്കെ വന്നോ അല്ല, പള്ളിക്ക് 14,000 ആണ്ട് അല്ലാഹുക്ക് സുജൂദിട്ടു. 14,000 ആണ്ട്. മലായികത്ത് നിങ്ങളെ എല്ലാം ഉസ്താദായ വലിയ ആലിമു. എന്നിട്ട് ഒരു സമയത്ത് അവനെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞെന്താ? എല്ലാരും കേൾക്കണം ഇത്, എല്ലാരും കേൾക്കണം ഇത്. അവനെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു ഫഖുറുജ് ഇന്നക റജീം, പുറത്ത് കടക്ക്, പുറത്ത് നിനക്ക് നീ സ്വർഗ്ഗം ഹറാമാണ്, നിനക്ക് തൗബയില്ല. കാലാകാലം നിന്റെ മേലെ എന്റെ ലാനത്തുണ്ട്, എന്റെ ശാപമുണ്ട്, നിനക്ക് നീ മാപ്പില്ല. 14,000 ആണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സുജൂദിട്ട വ്യക്തിയോട് അല്ലാഹു പറഞ്ഞ വാക്ക്, അവസാനം സ്വർഗ്ഗത്തിന്റെ പടി അടച്ചവനെ പിണ്ടം വെച്ചിട്ട് പുറത്തിട്ടു. അവന്റെ പേരാണ് ഇബ്ലീസ്. പുറത്താക്കപ്പെടാൻ കാരണം അവന്റെ ഇബാദത്തെല്ലാം അല്ലാഹു നിഷ്ഫലമാക്കാൻ കാരണമെന്ത്? കാലാകാലം കഴിയേണ്ട സ്വർഗ്ഗലോകത്തിൽ നിന്നിട്ട് അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കപ്പെട്ട നിലക്ക് അവനെ പുറത്താക്കാൻ കാരണമെന്ത്? അവന്റെ ഇൽമ് അല്ലാഹു ഊരിയെടുക്കാൻ കാരണമെന്ത്? കാലാകാലം അവനെ ലാനത്തിടാൻ കാരണമെന്ത്? അവനതാ നിസ്കരിച്ചതിന്റെ കുറവല്ല, മറിച്ച് ഇൽമുള്ള ആളാണ് ആദം. ആ ആദമിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ കേട്ടില്ല. ഇൽമു ബഹുമാനിക്കപ്പെടണ, ഇൽമുള്ളവർ ബഹുമാനിക്കപ്പെടണ, ഇൽമിന്റെ മജ്‌ലിസും ബഹുമാനിക്കപ്പെടണ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഇതിന്റെ ഇടയിൽ മൊബൈൽ ചിള്ളണ്ട. എന്റെ പറച്ചിൽ എല്ലാവർക്കും പിടിച്ചോളണമെന്നില്ല. സാരമില്ല ഭയ്യ, പോകുമ്പോ ഒരു 500 രൂപ ഷോർട്ടാക്കിയെങ്കിലേ ഭയ്യ എന്തെങ്കിലും തരല്ലേ ബർക്കത്തിന്. അതൊരു 500 രൂപ കുറച്ചെങ്കായി 9,000 10,000 ഭർത്തി വേണ്ട, 9,500 മതി. ഒരു തമാശയല്ലേ ഇങ്ങനെ നാളെ കാര്യാക്കിയല്ല. ഒന്നു രണ്ടാമത് നണ്ണം കുറയ്ക്കുകയും വേണ്ട. അള്ളാഹു തന്നതിൽ ബർക്കത്ത് ചെയ്യട്ടെ, തരാതിരുന്നതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെ ഖിദ്മത്ത് അവന് വേണ്ടിയിട്ടുള്ള ഇഖ്ലാസിന്റെ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ ആഖിറത്തിൽ അള്ളാഹു പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. ഇതിനോട് നല്ലൊരു ബഹുമാനം വേണം. ഞാൻ ഫസ്റ്റേ പറഞ്ഞത് പുള്ളന്മാരെ കളിയല്ല, ഇത് ഫെഡ്ലൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല, ഇത് തോന്നുമ്പോ എണീക്കാനും വരാനുള്ള ജാഗല്ല. ഇനി നല്ല ബഹുമാനം വേണം. ബഹുമാനം എന്നതാണ് ഇമ്പോർട്ടന്റ്. ഇബാദത്ത് കുറഞ്ഞു അള്ളാഹ്ക്ക് വലിയ വിഷയമില്ല. 50 നേരം നിസ്കാരം അള്ളാഹു പണ്ട് പുറലാക്കി ഫസ്റ്റ്. അതുകൊണ്ട് ബയ്യ അള്ളാഹു 5 നേരം മതി എന്റെ വിട്ട്. എന്തേ നല്ലോണം നിസ്കാരം പോണോന്ന് അള്ളാഹ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ 50 തന്നെ ഫിക്സ് ആക്കുന്നില്ലേ, സീലിടുന്നില്ലേ? അള്ളാഹ്ക്ക് അങ്ങനെ പോകണമെന്നില്ല, 5 മതി. 12 മാസം ഒരു കൊല്ലത്തിൽ, എന്നിട്ട് അള്ളാഹ് ഫർലാക്കിന് 1 മാസത്തെ നോമ്പ്.
ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും അള്ളക്ക് തരാഞ്ഞല്ലേ നല്ലോണം നോമ്പ് നോക്കണമെന്നുണ്ടായിരുന്നു. അള്ളാഹ്ക്ക് ആവശ്യമില്ല കുറെ ഇബാദത്ത് വേണ്ട, അത് കുറച്ചെന്നെ മതി. ചന്താക്കിയിട്ട് ചേലാക്കിയിട്ട് കുറച്ചെന്നെ മതി, ഉള്ളതന്നെ മതി. നല്ലോണം വേണ്ടത് അദബ്, ധാരാളം വേണ്ടത് അദബ്, നല്ലോണം വേണ്ടത് ബഹുമാനം. ആലിമീങ്ങളോട്, തങ്ങന്മാരോട്, പള്ളികളോട്, മദ്രസകളോട്, വയസ്സന്മാരോട്, പ്രായമുള്ളവരോട്, നാട്ടിന്റെ നേതാക്കളോട്, ജന്മം നൽകിയ ഉമ്മയോട്, ബാപ്പയോട്, കെട്ടിയ മാപ്പിളയോട്, എല്ലാവരോടും ബഹുമാനം, അദബ്, സംസ്കാരം, കൾച്ചർ, അത് വളരെ വളരെ ആവശ്യം. അല്ലാഹു തആല ഞങ്ങൾക്ക് നല്ലോണം അദബ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞത് ഇനി വിഷയം ഉണ്ടാനില്ല. ഇങ്ങനെ എല്ലാവരും എണിച്ചിട്ട് പോയെങ്കിൽ ഞാൻ 11 കാലോളം പോകുന്നുണ്ട്. ചൊല്ലിക്കൊണ്ടേയിരിക്കാനിത് ഇത് വേണ്ടുമുട്ടണയല്ല, ഇത് ഇൽമ്. അത് ബുദ്ധിയുള്ളവന്, ഈമാനുള്ളവന് ഒത്തിരി മതിയല്ലോ. അത് സ്വീകരിക്കാനും വേണ്ട ഒരു ഈമാൻ. ഇത് ഉൾക്കൊള്ളാനും ഫസ്റ്റ് വേണം ഈമാന്. ഈമാനുള്ളവരെ വിളിച്ചിട്ടാ ഇതല്ല പറഞ്ഞിന്. അതിന്റെ അർത്ഥം ഫസ്റ്റ് തന്നെ ഈമാന് വേണോ? ഓൾറെഡി മിന്നെ ഒരിത്തിരി ഈമാന് വേണോ? അവർക്കാണ് ഇത് ഉപകാരപ്പെടുക. അല്ലാത്തത് ഹല്ലുവല്ലേ, അവനിതൊരു കാര്യമേ അല്ല. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എന്താണ് ഞാൻ ഇത്ര കടുക്കൽ ചെല്ലാൻ കാരണം, ഒന്നാമത് ഇതൊരു ഇൽമിന്റെ മജ്‌ലിസ്. നമുക്ക് വേറെ അമൽ എന്തുണ്ടോ? രണ്ടാമത് എനിക്ക് ഈ വയല് ചെല്ലുമ്പോൾ കുറച്ച് വസ്വാസിയാണ്. എനിക്ക് നോക്കാൻ കഴിയ എന്താ പറയാ, ഒരു വസ്വാസ് പോലെ. അങ്ങനെ നിങ്ങൾ ബേജാറാക്കിയില്ല, നിങ്ങൾ അരിസപ്പെട്ടില്ല, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നൊരു ചന്തം, ഒരു അദബ്. ഇങ്ങനെ എനക്ക് വേണ്ടിയിട്ട് ദമ്മൂട്ടിലവിടെ ഇരുന്ന് ഉടനെ ബീക്കിയില്ല. ഒന്നാമത് ജാഗിയും നജസാവും മൂത്രത്തിൽ കല്ലുമാവും. അതെല്ലാം ആവശ്യത്തിന് പോകണം, പേർന്നെല്ലാം പോകണം. എന്നെങ്കിലും ഒരു അദബ്, അത് ബൽദാണ്. അദബ് ബൽദാണ്. ഇന്നത്തെ മക്കൾക്ക് അത് മുന്നേ പറഞ്ഞോട്. അദബ്, മര്യാദ ഏറ്റവും ബൽദാണ്. കുറേ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് റബീഉൽ അവ്വലിൽ കൊടുത്തിട്ട് കാര്യമില്ല. കിടാവിന്റെ തലയിൽ മുടി എത്ര ഉണ്ടെന്ന് മുന്നേ നോക്കണം ബാപ്പ. നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ, തങ്ങൾ സൂചിപ്പിച്ചില്ലേ, ഇനിയിപ്പോ ഉസ്താദ് നല്ലോണം ജോറാക്കി ഒരു വേള അരമണിക്കൂർ പുറത്തിട്ട് എന്താ നീ പിന്നെയും മുടി ഇങ്ങനെ സിംഹത്തിന്റെ പോലെ. ഞാൻ ഒരു നമ്മളെ പള്ളിയിൽ ഹുത്തുബോദിട്ടെല്ലാം തീർന്നിട്ട് ജുമാ എല്ലാം കഴിഞ്ഞിട്ട് ദ്വാരന്നിട്ടായി. പിന്നെ അന്ന് ഉച്ചക്ക് ചോറ് കൊണ്ടിട്ട് ആളില്ലേ, നമുക്ക് ചോറിക്കൊണ്ടല്ലോ. പരക്കാരൻ വന്നിട്ട് ഞങ്ങളുടെ ഉസ്താദ് ചോറ് ഇടക്ക് കൊണ്ടിട്ട് ഉസ്താദ് നിങ്ങന്ന് പരക്കന്റെ പേര് വേണ്ടിയ പോലെ ബേക്കുകയും ചെയ്യാം, ഞങ്ങൾക്കൊന്ന് ദ്വാരക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് പരല് ബേച്ച് നല്ല ഭക്ഷണം അൽഹംദുലില്ലാഹ് ബേച്ചിട്ടെല്ലായി. പിന്നെ ബേക്കുന്നതിന്റെ അയാൾ ഞങ്ങളുടെ എല്ലി ഉസ്താദ് ബേച്ചിട്ടെല്ലായിട്ട് ഉസ്താദ് എന്റെ മോനൊന്ന് മന്ത്രിക്കോണോ അങ്ങനെ ബേച്ചിട്ടായി. ചുരുക്കട്ട് ഞാൻ ദുആരുന്നു എല്ലാം കഴിഞ്ഞ് അതിൽ കിടാനെ വിളിച്ചു. കിടാ നോക്കുമ്പോ കിടാ വന്ന് 18 ആട്ട് സാരമില്ല, കിടാനല്ലേ ആൾക്ക് കിടാനല്ലേ 18 88 ആൾക്ക് കിടാനല്ലേ ഊരിക അറസന അതുറൂര തായിക മകനെ അല്ലേ എനിക്ക് തിരിഞ്ഞോളൂ ടൈമിലൂടെ. എന്നെ നോക്ക് നല്ലോണം നോക്ക്, ബാക്കിയെല്ലാം പുറംപെട്. അങ്ങനെ ഞാൻ പറഞ്ഞു കിടാനെ കൊണ്ട, അങ്ങനെ കിടാനെ കൊണ്ട തൊപ്പിയും വെച്ചിട്ടുണ്ട്, ഒരു കറുത്ത് വലിച്ചിരി വെച്ചിട്ട് ചട്ടിക്കും കൂടെ. ഞാൻ ഓതി മന്ത്രിക്കുന്നതെല്ലാം ഓതി, അത്യാവശ്യം അറിയുന്നതെല്ലാം ഓതിയിട്ട് ഊതാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തൊപ്പി എടുക്കുമ്പോ തലന്നെ കാണുന്നില്ല, ഒരു ബിരിയാണി. സത്യസായിബാബന്റെ അങ്ങനെ മുടിയില്ല. ലാസ്റ്റിന് പൂഞ്ഞിട്ട് കുടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഞാൻ ഊതി കളക്കി പോട്ടെ. ഇതിന് മന്ത്രിച്ചത് കാര്യമില്ല. ഇത് ഏടെ കൂതണ്ടി തലമ്പലം മാറാന്, അല്ലെങ്കിൽ തലകടച്ചിൽ മാറാന്, ടെൻഷൻ മാറാന്, മറവി മാറാനാണ് ഊതാഞ്ചലിനെ. ഇത് ഇങ്ങനെ മുടി വെച്ചങ്ങ് മാറോ? ഇത് മന്ത്രിച്ചങ്ങ് മാറോ?
മുടിക്കും ഇസ്ലാമിയത്തില്ലേ? ഇസ്ലാമിന്റെ ആചാരം കേവലം ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രമല്ല. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. അല്ലാഹുവിനോടുള്ള വിശ്വാസം ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണ്, ആരാധനക്കർഹനായ ഇലാഹ് അല്ലാഹു മാത്രമാണ്. കല്ലുകളും ബിംബങ്ങളും മൂർത്തികളും പൂജകളും ഒന്നും ഇബാദത്തിന് അർഹരല്ല. കാണുന്ന ലോകം മുഴുവനും മടക്കി വാഴുന്ന ജഗന്നാഥനായ ജഗദീശ്വരനായ റബ്ബ് അല്ലാഹു മാത്രമാണ്. അത് നീ പറഞ്ഞു ഉറപ്പിച്ച മാത്രം പോരാ, ആ വിശ്വാസം മാത്രം പോരാ, ആ വിശ്വാസം മാത്രം പോരാ. നിന്റെ ഈമാൻ ക്ലിയർ ആവാൻ, നിന്റെ ഇസ്ലാം ക്ലിയർ ആവാൻ ആ വിശ്വാസം മാത്രം പോരാ. നിന്റെ കർമ്മങ്ങളും നന്നാവണം, നിന്റെ ആചാരങ്ങളും നന്നാവണം, നിന്റെ ഭാഷണം നന്നാവണം, നിന്റെ സംസ്കാരം നന്നാവണം, നിന്റെ വേഷം നന്നാവണ്ടേ. ഞാനൊരു മുസ്ലിമോ, അല്ലാഹു ഒരുവനെന്നെ, ആർക്കും വേറെ ഇബാദത്ത് ചെയ്യാനില്ല, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രാണ് എന്ന് പറഞ്ഞിട്ട് കണ്ട അമ്പലത്തിലെല്ലാം പോയിട്ട് ഞാൻ തേങ്ങൊടച്ചെങ്കിലാവോ? ഈ വിശ്വാസം ഉണ്ട് ചെലിട്ട് എനക്കാടെ പോയിട്ട് വടക്കാമോ തേങ്ങ? അത് അവർ വടക്കട്ടെ, ഞമ്മ അനാദരിക്കണ്ട. പക്ഷെ ഞങ്ങൾക്കത് ആദരിക്കാനുള്ളതല്ല, ഞങ്ങൾക്കത് വിശ്വസിക്കാനുള്ളതല്ല. ഞങ്ങൾ അനാദരിക്കണ്ട, പരിഹസിക്കണ്ട. അത് അവർ ചെയ്യട്ടെ, അതവരെ കർമ്മമാണ്. കണ്ട ക്രിസ്മസ് കേക്ക് മുറിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. നിലവിളക്ക് കൊടുത്താൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധ്യമല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിനോടുള്ള വിശ്വാസം ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രമല്ല, ആചാരങ്ങളും വിചാരങ്ങളും നന്നാകണം. മഹാനായ നജ്ജാശി റളിയല്ലാഹു അൻഹു, മഹാനായ നജ്ജാശി ഹബീബായ നബി തങ്ങൾക്ക് അഭയം കൊടുത്ത രാജാവാണ്. മക്കയിൽ ജീവിക്കുന്ന കാലത്ത് മുസ്തഫായ നബി തങ്ങളും സഹാബത്തും നല്ലോണം മർദ്ദനത്തിനേറെയായി, നല്ലോണം പീഡിപ്പിക്കപ്പെട്ടു. ശത്രുക്കളെ കൊണ്ട്, മക്ക കാഫിരീങ്ങളെ കൊണ്ട്, മുശ്രിക്കീങ്ങളെ കൊണ്ട് ഹബീബായ നബി തങ്ങൾക്ക് നല്ലോണം വിഷമങ്ങൾ ഉണ്ടായപ്പോ സഹാബത്ത് അതാ അഭയം തേടിയിട്ട് നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് പോയി. നജ്ജാശിയിലേക്ക് പോയി, നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് പോയി. അവിടെ പോയിട്ട് അഭയം തേടുന്നു. നജ്ജാശി രാജാവ് മക്കയിൽ നിന്ന് അഭയം തേടി വന്ന സഹാബത്തിന് അഭയം കൊടുത്തു, അവരെ സംരക്ഷിച്ചു. മുസ്ലിമായിട്ടില്ല, നജ്ജാശി മുസ്ലിമായിട്ടില്ല. ഇത് ബുഖാരിന്റെ ഹദീസാണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഇത് ഐതിഹ്യ പുരാണമല്ല, ഇത് സത്യസന്ധമായ ചരിത്രമാണ്. ബുഖാരിന്റെ ഹദീസാണ്. നജ്ജാശി തങ്ങള് അവിടെ സഹാബത്തിന് അഭയം കൊടുത്തു. പക്ഷേ അവിടെ ചെന്നിട്ട് അഭയം തേടിയ സഹാബത്തിനെ പോലും നല്ല നിലക്ക് ജീവിക്കാൻ അനുവദിക്കാതെ മക്ക കാഫിരീങ്ങൾ അവിടെ പോയിട്ടും അതാ ഫിത്നക്കാൻ തുടങ്ങി. അങ്ങനെയുണ്ട് ചില ഫിത്നക്കാർ. ഓർ ഞങ്ങളേടെ പോയി ഇവിടെ ആ ഇവിടുത്തെ ശല്യം വേണ്ട ചെലിട്ട് ഞങ്ങനെ ഗോവക്ക് പോയി തന്നെ വെച്ചോ, ഞങ്ങളെ കാട്ടി മുന്നേ ഈ കന്തിരിയത്നാണ്. ചില ഫിത്നക്കാർ അങ്ങനെയുണ്ട്. അപ്പൊ ഈ സഹാബത്ത് അവിടെ പോയിട്ട് നിന്നിട്ടാകുമ്പോ എന്തില്ല, അവർക്കൊരു സലാമത്തില്ല. മക്കാരായ കാഫിര്യങ്ങൾ എന്ത് ചെയ്തറിഞ്ഞ നിങ്ങനെ ശ്രദ്ധിക്കുന്നില്ലേ? മക്കാരായ കാഫിര്യങ്ങൾ എന്ത് ചെയ്തറിഞ്ഞ മക്കാ കാഫിര്യങ്ങള് മുശ്രിക്കീങ്ങള്, മക്കാ കാഫിര്യങ്ങള് മുസ്ലിമിന് മുശ്രിക്കീങ്ങള് അവർ എന്ത് ചെയ്തറിയാ? അവർ കുറച്ച് സമ്മാനങ്ങളും ഹദിയകളും കുറച്ച് ഓഫറുകളും എല്ലാമായിട്ട് നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്തിനറിയുമോ? സമ്മാനം കൊടുത്തിട്ട് അയാളെ കയ്യിലാക്കണോ, എന്നിട്ട് അഭയം തേടി വന്ന സഹാബത്തിന് അവിടെ നിന്നും പുറത്താക്കിക്കണോ. ഒന്നൊക്കെയല്ല ഞങ്ങളെ നാട്ടിലേക്ക് മടക്കിയാക്കാൻ വേണ്ടി അയാളോട് പറയണോ, അതല്ല മടക്കിയാക്കുന്നില്ലെങ്കിൽ അവിടെ ജയിലിലിട്ട് ശിക്ഷിക്കാൻ വേണ്ടി പറയണോ, അവരെ പറ്റി ഫിത്നാക്കണോ എന്ന് പറഞ്ഞിട്ട് മക്കാ കാഫിരീങ്ങൾ നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഹദിയകളുമായി, സമ്മാനങ്ങളുമായി, നല്ല പച്ച നോട്ടുകളുമായി, ദീനാർ ദിർഹമുകളുമായി അവിടെ ചെന്നു. പറഞ്ഞു രാജാവേ,
ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്നവരാണിവർ. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് അവർ ഉള്ളത്. ഇവര് മുഹമ്മദിന്റെ അനുയായികളാണ്. ഞങ്ങളെ നാട്ടിൽ വേണ്ടി എത്ര ഫിത്നാക്കിയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇവർ നിങ്ങൾക്ക് ശാപമാണ്. ഇവർ നിങ്ങളെ അധികാരത്തിൽ നിന്ന് തെറിപ്പിക്കോ. ഇവർ നിങ്ങൾക്ക് ഇവിടെ സ്വൈരം തരില്ല. നിങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളെ പാരമ്പര്യ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ തമാശയാക്കിയിട്ട് ചോദ്യം ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് രാജാവ് ഞങ്ങൾക്ക് തന്നെ അവരെ തിരിച്ചു തരണോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കണോ? ഇത് പറഞ്ഞപ്പോ നജ്ജാശി രാജാവ് പറഞ്ഞെന്തറിഞ്ഞ പറ്റല്ല. അഭയം തേടി വന്നവരെ തിരിച്ചു തരുന്ന പ്രശ്നമില്ല. അഭയം തേടി വന്നവർ എന്നെ വിശ്വസിച്ച് വന്നവരാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നത് ഒരു നേതാവിന്റെ കടമയാണ്. നേതാക്കൾ അങ്ങനെ വേണം. അല്ലാണ്ട് ആൾക്കൊത്തിട്ട് പെരുമാറേണ്ട ആളല്ല നേതാവ്. കണ്ടോന്റെയും മുണ്ടിയോന്റെയും വിഷയെല്ലാം കേട്ടിട്ട് വേണ്ടിയോനി അങ്ങനല്ല. കടാകടി ശരിക്കും നിന്നോളോ, സത്യത്തിൽ നിന്നോളോ, നീതിയിൽ നിന്നോളോ. അതാണ് നേതാവ്. നജ്ജാശി പറഞ്ഞു പറ്റാല, നിങ്ങൾക്ക് നിങ്ങളെ പാട്ടിന് പോവാ. അവ പോയോർ എന്താക്കി അറിഞ്ഞ വേള വേകുന്നില്ല എന്ന് അറിഞ്ഞിട്ടാകുമ്പോ അവിടെയും കുറച്ച് ചിങ്കിടികളുണ്ടാവും. അയാൾ ചെല്ല് പോലെ കേൾക്കുന്ന കുറച്ച് അയാളെ പിന്നെ നല്ലോണം പിരി കയറ്റിയിട്ട് BP കയറ്റിയിട്ട് ഇഞ്ചക്ഷൻ കൊടുപ്പിച്ചിട്ട് സ്വീപ്പാക്കാൻ പറ്റുന്ന കുറച്ച് ആൾ വേറെ ഉണ്ട്. അങ്ങനത്തെ 2-3 ആളെ കണ്ടിട്ട് അവർക്ക് വേണ്ടിയതെല്ലാം ഓഫർ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് രാജാവിന്റെ ചെല്ലണമെന്നല്ല പറഞ്ഞു. ആയി നോക്കാന്നെല്ലാം പറഞ്ഞ് മുണ്ടാണ്ടിരിക്കുമ്പോ രാജാവ് രാജദർബാറിലേക്ക് സഹാബത്തിനെ വിളിപ്പിച്ചു. രാജദർബാറിലേക്ക് മന്ത്രിമാർ കയറുന്നു, പാതിരിമാർ കയറുന്നു, മന്ത്രി പരിവാരങ്ങൾ കയറുന്നു. എല്ലാവരും കയറുമ്പോ രാജാവിനെ താണു വണങ്ങിയിട്ടാണ് കയറുന്നത്. രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചിട്ടാ കയറുന്നത്, സുജൂദിട്ടിട്ടാ കയറുന്നത്. പാതിരിമാരും മന്ത്രിമാരും പരിവാരങ്ങളും എല്ലാവരും അങ്ങനെ കയറുന്നു. പിന്നാലെ വരുന്നു സഹാബത്തുൽ കിറാം. മക്കയിൽ നിന്നിട്ട് അഭയം തേടിപ്പോയ സഹാബത്ത്. അവരുടെ നേതാവാണല്ലോ മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ദർബാറിലേക്ക് കയറുകയാണ്. രാജദർബാറിലേക്ക്, രാജാവിന്റെ സന്നിധിയിലേക്ക് കയറുന്നു. പക്ഷേ മറ്റുള്ളവർ തലകുണിച്ചതുപോലെ സുജൂദിട്ടതുപോലെ മഹാൻ സുജൂദിട്ടില്ല, തലകുണിച്ചില്ല. റെസ്പെക്ട് കാണിച്ചോ, ബഹുമാനം കാണിച്ചു. ജഅഫർ ഇബ്നു അബീ താലിബ് ആണ് മോനെ പോലെ സഹാബികളെല്ലാം നെഞ്ചി വിരിച്ചിട്ട് നല്ല റാഹത്തിൽ നടത്തുന്നു. ആ ബഹുമാനെല്ലാം കാണിച്ചിന്. ഞങ്ങൾ കേട്ടോണ്ട് പോയിനൊന്നും അല്ല, എന്നാലും സുജൂദിട്ടില്ല. ബാക്കിയുള്ളവരിൽ സുജൂദിട്ടിട്ടല്ലേ പോയെ. മഹാൻ സുജൂദിട്ടില്ല. സഹാബികൾ ആരും സുജൂദിട്ടില്ല. ഉള്ളിൽ പോയിട്ട് ഓറ് ആടെ സൈഡിൽ ഇരുന്നിട്ടാകുമ്പോ പിരികേറ്റുന്നവരില്ലേ, അവർ അവിടെ നല്ല വന്ന് രാജാവിന്റെ കേട്ട് രാജാവ് ഞങ്ങളെല്ലാവരും നിങ്ങളെ ബഹുമാനിച്ചിട്ട് നിങ്ങളെ മുമ്പിൽ സുജൂദിടും. ഇത്രയെല്ലാം പഠിച്ച പാതിരിമാറും ഓരെല്ലാം സുജൂദിട്ടിട്ട് എന്നെ വന്നേ. ആ മക്കാറാ നിങ്ങൾ അഭയം കൊടുത്തോറും ഓരിങ്ങനെ പടി പോലെ വന്നു. രാജാവ് കേട്ട് ശരിയാണല്ലേ. അപ്പൊ മഹാനരോട് കേട്ട് ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളോട് കേട്ട് നിങ്ങന്റെ സുജൂദിടാൻ രാജാവിന്റെ മുമ്പിൽ എല്ലാവരും നല്ല ആദബിലും ബഹുമാനത്തിലും സാഷ്ടാംഗം നമിച്ചിട്ടും കുറെ ആൾക്കാർ ഉരുണ്ടോണ്ട് വന്നിട്ടാണ് രാജാവിന്റെ അടുത്തേക്ക് എത്തിയത്. ബഹുമാനം കൂടി 1.5 കിലോമീറ്റർ കണ്ടിട്ടില്ല. മുഞ്ഞാന്ന് കണ്ടിട്ടില്ലേ? അതന്നെ കണ്ടിട്ടില്ല. പൊളിച്ചോടെ ഒരു തട്ടം യുദ്ധത്തിലെ കൂടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വേല വേണ്ട, 1 മതി. നിങ്ങൾക്ക് സ്വർഗത്തിൽ വേൻ പോവാ. ഈ 3 വേല ഈ ഫേസ്ബുക്ക് വാട്സപ്പ് മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങൾ പറഞ്ഞു ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല. രാജാവിനോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, നല്ല റെസ്പെക്ട് ഉണ്ട്. മാത്രമല്ല രാജാവിനോട് തീർത്താൽ തീരാത്ത കടമയുണ്ട്. കാരണം ഞങ്ങൾക്ക് അഭയം തന്ന ആളാണ്. എന്നാലും ഞങ്ങൾ സുജൂദ് ചെയ്യില്ല. എന്തുകൊണ്ടറിയുമോ? ഇന്നാ
ലാ നസ്ജുദു ഇല്ലാ ലില്ലാഹ്. അല്ലാഹ്ക്കല്ലാതെ ഞങ്ങൾ സുജൂദിടല. കണ്ടോടെല്ലാം പോയിട്ട് വിളിക്കുന്ന, കണ്ടോടെല്ലാം പോയിട്ട് കട്ടക്ക് പൂജിക്കുന്ന, കണ്ടോടെല്ലാം പോയിട്ട് ഉള്ള ആചാരങ്ങളെല്ലാം കടയെടുത്തിട്ട് ജീവിക്കുന്ന, കണ്ട തോന്നിയ വേഷങ്ങളെല്ലാം ഇനി വരുന്നവർക്ക് മറ്റും നോക്കി ഡ്രസ് കോഡാക്കും കുറെ ആൾക്കാർ. അതിൽ ഒരു കൂട്ടം 10-12 വല്ലക്കാര് ഡ്രസ് കോഡ് എറിഞ്ഞ ശബരിമലക്ക് പോയ സ്വാമിമാർ കറുത്ത കോട്ട് മാലയില്ല മാത്രം. ഡ്രസ് കോഡല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്, ന്യൂ ജനറേഷൻ. കണ്ടിട്ടില്ല നിങ്ങൾ? ഊടക്കെത്തിയിട്ടില്ല. നിങ്ങളെ നാട് നല്ലത് ഊടക്കെത്തിയിട്ടില്ല. ചില നാട്ടിലെല്ലാം അങ്ങനെ ഫുള്ള് ചോപ്പ് 10 ആള്, അല്ലെങ്കിൽ ഫുള്ള് പച്ച, അല്ലെങ്കിൽ ഒരു 20 ആള്, അല്ലെങ്കിൽ ഫുള്ള് കറുപ്പ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഫുള്ള് 3/4 ഷെഡി. ഒരു തരം ഭ്രാന്ത്. നല്ല നാളിന്റെ ആ പോരിശ കളയാൻ വിഷയമുണ്ട്. മുസ്ലിമിന്റെ ആഘോഷങ്ങൾ ആഭാസമാകരുത്. അതപ്പോ വേണ്ട പോലെ ചൊല്ലിക്കോളൂ. എന്നാലും ഞങ്ങൾ മുസ്ലിം അല്ലല്ലാതെ ഇലാഹില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പരലോകമുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ട പണിയല്ല എടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ട്. മുസ്ലിമും ചെല്ലെങ്കിൽ ഈ വിശ്വാസം മാത്രം പോരാ, നിന്റെ ആചാരങ്ങളും വികാരങ്ങളും നിന്റെ കർമ്മങ്ങളും രാജാവിന്റെ മുമ്പിൽ സുജൂദിടാഞ്ഞേ ഇല്ല. രാജാവിനോട് റെസ്പെക്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, ശരി തന്നെ. സുജൂദ് അല്ലാഹ്. കർമ്മം നന്നാവണം. അവൻ നിന്റെ മുടി നന്നാവണം, നിന്റെ സ്വഭാവം നന്നാവണം, നിന്റെ വേഷഭൂഷണങ്ങൾ നന്നാവണം, നിന്റെ ഇടപാട് നന്നാവണം, നിന്റെ ഇടപെടൽ നന്നാവണം, നിന്റെ സംസ്കാരം നന്നാവണം. അപ്പോഴാണ് ഞാൻ നിങ്ങളും ഒരു മുസ്ലിമാകുന്നത്. രാമുഖമായി പറഞ്ഞത് ഇന്ന് എല്ലാം ഒരു തരം കളികളാണ്, ഏതല്ലോ കോലമാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നെല്ലാം ഒരു തരം ആഭാസമാണ്. ദിക്റുകളും അങ്ങനെ, സലാത്തുകളും അങ്ങനെ. ഇപ്പൊ കാണുന്നില്ലേ ഓൺലൈന്റെ മാമാങ്കമല്ലേ, എല്ലാവരും ഓൺലൈന്റെ മുമ്പില്. തെറ്റാണെന്നോ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചോദിക്കട്ടെ, 7 കിതാബ് ഓതിയിട്ട് കഴിഞ്ഞാ നല്ല കാലം എവിടെ പോയി? ധാരാളം ദിക്ർ സ്വലാത്ത് നല്ലോണം കണ്ണും ചിമ്മിയിട്ട് ചൊല്ലിയിരുന്ന നല്ല ഉമ്മ പങ്ങന്മാർ എവിടെ പോയി? ഇനിങ്ങനെ ഓണാക്കിയിട്ട് വെച്ചിട്ട് ഈടെ ദോശ ചുടും, ഇനിങ്ങനെ ഓണാക്കിയിട്ട് വെച്ചിട്ട് ഈടെ മുരിങ്ങക്കായ് മുറിക്കുന്നു. ഇതെന്ത് ദിക്ർ? എന്തായാലും അദബും ഗുരുത്വവും ബഹുമാനല്ലേ? ഇതെന്ത് നേർച്ച വീട്ടിൽ? അല്ല, ഇയാൾ ഓൺലൈൻ എതിരാണ്. ഞാൻ ഓൺലൈനും എതിരല്ല, ഓഫ്ലൈനും എതിരല്ല. പക്ഷെ ഇതെന്ത്? ഇത് കളിയല്ലേ? ഇതൊരു തരം കളിയല്ലേ? ഇതൊരു തരം കളിയല്ലേ? അങ്ങനെയല്ല. അതിനൊരു ഭക്തിയുണ്ട്, അതിനോടൊരു ആദരവുണ്ട്, അതിനോടൊരു ബഹുമാനമുണ്ട്. അതിന്റെ മട്ടം പോലെ വേണം കേട്ടോ. എല്ലാം ഒരു തരം നേർച്ച വീട്ടലായാൽ, എല്ലാത്തിനോടും ഒരു നെഗ്ലക്ട് സ്വഭാവമായാൽ, എല്ലാത്തിനെയും ഒരു കളിതമാശയായിട്ട് കണ്ടാൽ, നാളെ പരലോകത്ത് ഞങ്ങളെ 7 കിതാബ് മറിക്കുമ്പോ ഇതൊന്നും അവിടെ കാണില്ല. അല്ലാഹ് കാക്കട്ടെ. ധാരാളം ദിക്റുള്ളവരാകണം. ഒരു മനുഷ്യന്റെ ഖൽബ് നന്നാവാൻ ഏറ്റവും എളുപ്പവഴി എന്തറിയാ? ദിക്റുല്ലാഹ്. ഏറ്റവും വലിയ കാര്യമാണ് ദിക്ർ. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങളെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹനെ ഓർക്കലാണ് വലിയ കാര്യം, ദിക്ർ തന്നെയാണ് വലിയ കാര്യം. ബിദിക്രില്ലാഹി തൻമഹിഖുദ്ദുനൂബ് വതൻഫതിഹുൽ ബസായിറു വൽ ഖുലൂബ് വദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ഷൈഇൻ കദാ ഖാലൽ ഹബീബു വല്ലീലാഹു. എന്താ പറഞ്ഞേ? ബിദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് തൻമഹിഖുദ്ദുനൂബ്, പാപങ്ങൾ അല്ലാഹ് പൊറുക്കുന്നു. എണ്ണിയാൽ തീരാത്ത
പെയ്യാത്ത തിരമാലകൾ കണക്കെ നീ പാപങ്ങൾ ചെയ്തവനായാലും ഊതുമല പോലെ ഹിമാലയം പർവ്വതം പോലെ തെറ്റുകുറ്റങ്ങൾ ചെയ്തവനായാലും നിന്റെ പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴി ഏതറിയുമോ? ദിക്റാണ്. സലാത്ത് ദിക്ർ, ഖുർആനോത്ത് ഒരു കണക്കിന് ദിക്ർ, വയലു പറയലും വയലു കേൾക്കലും ഒരു കണക്കിന് ദിക്ർ. ദിക്റും ചെന്നലെല്ലാം പെട്ട് അതിന് പിന്നെ വേർതിരിക്കുന്നേ. സലാത്താകുന്ന ദിക്ർ, ദുആയാകുന്ന ദിക്ർ. ഏറ്റവും വലിയ ഇൽമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടന്നവനോടും മരിച്ചിട്ട് കൊണ്ടുപോകുന്നവനോടും എല്ലാവരോടും ചൊല്ലിക്കൊടുക്കണം ഇൽമു. എന്തെന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇൽമാണ്. അതേ സമയത്ത് അത് ഏതുമാണ്? അത് ഇൽമാണ്. ഫഅലം മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ ആയത്താണ്. അങ്ങനെ ആയത്ത് ഫഅലം മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇൽമാണ്. ഫഅലം, നീ ഇൽമു പഠിച്ചോ, നീ അറിഞ്ഞോ, നീ മനസ്സിലാക്കിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എല്ലാരോടും വേണം ആ ഇൽമു. മരിക്കാൻ കിടന്നവനോടും വേണം. ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടന്നവനോടും. അതേ സമയത്ത് ഇൽമാണ്. അതോടൊപ്പം എന്തുവാണ്? അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും വലിയ ദിക്റാണ്. അതുപോലത്തെ ദിക്ർ വേറെ ഏതല്ല? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു കേട്ടാലോ, പഠിച്ചോനാ ഞാൻ നിന്റെ ഇഷ്ടപ്പെട്ട ആളല്ലേ. മൂസാ നബിനെ പോലെ വേറെ ആരുണ്ട്? വിശുദ്ധ ഖുർആനിൽ 30-ലേറെ തവണ അല്ലാഹു പേര് പറഞ്ഞ ഒരേ ഒരു നബി മൂസാ നബി. നിങ്ങന്ത മുണ്ടുന്നില്ല? മൂസ കുഞ്ഞല്ല. മൂസാ നബി ധീരനാണ്, ശൂരനാണ്, അല്ലാഹനെ കാണണമെന്ന് വാശി പിടിച്ച മഹാനാണ്. ശക്തരിൽ ശക്തനായ ഫറോവയോട്, റാംസസ് രണ്ടാമൻ എന്ന ഫിർഔനിനോട് പൊരുതി പരിശുദ്ധമായ ദീനിന്റെ തൗഹീദ് വാനിലേക്ക് ഉയർത്തിയ മഹാനാണ് നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ. ചെറിയ ആളല്ല. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞെന്നറിഞ്ഞ വലിയ ആളാണ്, വലിയ ആളാണ്. ഇരിക്കട്ടെ. ഒരു ദിവസം മൂസാ നബി അല്ലാഹുവോട് പറഞ്ഞു, പഠിച്ചോനെ എനക്കൊരു സ്പെഷ്യലായിട്ടൊരു ദിക്ർ തന്നു. കുറെ ദിക്റെല്ലാം നീ തന്നില്ലേ, അത് എല്ലാവരോടും ചെല്ലാനും ചൊല്ലി. ഞാൻ എല്ലാവരും ചൊല്ലി. ഇനിയിപ്പോ എല്ലാവരും എടുത്തോണ്ടുണ്ട് ചൊല്ലിക്കൊണ്ടുണ്ട്. എനക്ക് സ്പെഷ്യൽ വള്ളി, എനക്ക് മാത്രം. അല്ലാഹു പറഞ്ഞു ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഓൾറെഡി all of you എല്ലാവർക്കും എനക്ക് മാത്രം. അതേ മൂസ നിനക്കറിയാഞ്ഞിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഹത്വം നിനക്കറിയുമോ? ഈ ലോകത്തുള്ള ഏഴാകാശങ്ങളെയും ഭൂമികളെയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും വസ്തുക്കളെയും പുഴകളെയും കടലുകളെയും കല്ലുകളെയും പാറകളെയും പർവ്വതങ്ങളെയും എല്ലാത്തിനെയും ഒരു തുലാസിന്റെ ഒരു തട്ടില് മറ്റേ തട്ടില് നീ ചെല്ലിയ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹും തൂക്കിയാൽ നീ ചെല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് തൂങ്ങുക. അത്ര കനമുണ്ടതിന്. അല്ലാഹു മരിക്കുമ്പോ നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ ചെല്ലാൻ സുളാബ്. തൗഫീഖ് കിട്ടണമെങ്കിൽ കാലം ആമീൻ മാത്രം മതിയാവല്ല. ഇപ്പൊ തന്നെ സ്റ്റഡി ആയിക്കോളെ. അല്ല സംഭവം ഇങ്ങനെ കാണാനാക്കിട്ട് എന്ത് കാണാനാക്കണ്ട നേരെ ഇല്ലെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബായിലിങ്ങനെ ചെല്ലിട്ട് ബന്ധു കോണോ ഒരാളിങ്ങനെ കിടി 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 കിടി. ആ ഗുണമുണ്ട്, ഗുണയില്ലാന്നൊന്നുമില്ല. ഗുണയില്ലാന്നൊന്നുമില്ല. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, എപ്പോൾ ഇങ്ങനെ ദിക്ർ നാവിലൂടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കൽബിലേക്കൊന്നും ഇല്ല, വായിലിങ്ങനെ അങ്ങ് നോക്കുമ്പോ നടക്കുമ്പോ ഇരിക്കുമ്പോ എല്ലാം ദിക്ർ തന്നെ, എപ്പോഴും ദിക്ർ തന്നെ. അങ്ങനെ ദിക്ർ ചെല്ലിങ്കിൽ ഞമ്മതിനെ ഒരാളെ നിരുത്സാഹപ്പെടുത്തണമെന്നില്ല, അതിനെ തമാശാക്കണമെന്നില്ല. എന്തറിയാ, അയാളങ്ങനെ ചെല്ലിയിട്ട് അയാൾ വെറുതെ വായിലിങ്ങനെ ചെന്നെങ്കിലും കുറെ കാലം കഴിയുമ്പോ അതിന്റെ രസം,
അതിന്റെ മധുരം, അതിന്റെ അംശം അവന്റെ ഖൽബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മട്ടം പോലെ നീ കണക്കുണ്ടാക്കണ ഇനി എൽറ്റി ചെല്ലുമ്പോ ഇല്ലാണ്ടാക്കിയില്ല വയ്യ, ചെന്നതിന് ഇല്ലാണ്ടാക്കിയെങ്കിൽ പോയില്ലേ, എല്ലാം പോയില്ലേ. ചെന്നൂർ ചെല്ലിട്ട് നിങ്ങൾ തമാശാക്കുന്ന മനുഷ്യന്മാർ ബെടക്കായി നിന്ന് ഞങ്ങൾ തമാശാക്കി. അവന് നേരാണെന്ന് മനസ്സിലുണ്ടേ. റമദാൻ 30 തറാവീഹും വന്നു, എല്ലാം വന്നു, എല്ലാം കറക്റ്റ് വന്നു, നോമ്പും പിടിച്ചു, എല്ലായി. ആ അപ്പന്റെ നിയത്താക്കി ഇൻഷാല്ലാഹ് സുദ്രാണോ ഇത്ര കാലം കുറെ കഞ്ചാവും എംഡിയും എല്ലാം വിറ്റ് പോയി, പോട്ട് സാരില്ല, പോട്ട് കഴിഞ്ഞു. മനുഷ്യന്മാരല്ലേ അവർ പറയല്ലാന്ന് ഈ കുറിയ സുദ്രാണോ നേരാണോ അങ്ങനെ 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 നേരാണോ നേരാണോന്നെല്ലാം തീർമാനിച്ചിട്ട് റമദാനെല്ലാം കഴിഞ്ഞ റമദാനെല്ലാം കഴിഞ്ഞ് പെരുന്നാസ്കാരത്തിനും വന്നോ. ഇത്ര കൊല്ലം പെരുന്നാസ്കാരം കഴിഞ്ഞ പോങ്ങോട്ടോ ഇടക്കെല്ലാം ചുറ്റാൻ വയ്ക്കൊണ്ടേ ഫിലിം നോക്കാൻ ഈ ഗ്രന്ഥം പോയിട്ട് പോയില്ല. കഴിഞ്ഞു നോക്കാം. അന്നേരം ദൂരം മാത്രം വന്നോ, അസറിനും വന്നു വരുമ്പോ കഥ 4 വയസ്സും മാറും 3 പാലക്കാർ എപ്പോഴും കളി കയറുന്നവർ സൂപ്പിൽ കുതൂർ കോച്ചറാചാക്കന്മാർ ഇരുന്നിട്ടുണ്ടായി. ഓർവാനം വരുമ്പോ ഒന്നോടി എല്ലാം പറഞ്ഞ ആ അബ്ബാസ് നീ നേരായല്ലേ, നിനക്ക് നേരം വെൽത്തല്ലേ. അപ്പളെ നീയത്തൊക്കെയോ എന്നെ നേരാവനും ഓർമ്മയിടല്ല. ഈ മനുഷ്യന്മാരിലോടൊക്കെ പണ്ടത്തെ വണ്ണേ നേരാവനും ഞമ്മ വിടല, മനുഷ്യന്മാരെ നേരാവാനും ഞമ്മ വിട. അപ്പൊ ഓപ്പണിൽ തന്നെ ചെല്ലേണ്ടി വരും തോന്നുന്നല്ലേ. അതിന് ശ്രദ്ധിച്ചെങ്കിലായില്ലേ, വെറുതെ ഇങ്ങനെ മനുഷ്യന്മാരെ കുടിച്ചിരിക്കുന്നു. ചെറിയ മക്കൾ അവർക്കൊന്നും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് അപ്പുറപ്പുറം പോകുന്നതിന് ഇതാക്കുന്നതിനെ കുറിച്ച് ബിലിയോർ അതിനെ കൺട്രോൾ ആക്കിയെങ്കിലായില്ലേ. അത് ചിരിക്കാനും എന്തുള്ള ഈ പറഞ്ഞും തിരിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു വേദന ഞാൻ കേൾക്കണം. ബുദ്ധിയുള്ളവരല്ലേ, ഞങ്ങൾ മുതിർന്നവരല്ലേ. നിങ്ങൾ ചൊല്ലുന്ന ആള് ഇയാൾക്ക് ഭയങ്കര ബിപി, അയാൾക്ക് ഭയങ്കര ചൂട് പോണോ, അള്ളാന്റെ കാര്യത്തിൽ ചൂട് പോണം, കുറച്ച് നന്നല്ല, ചൂട് കുറച്ചും പോണോ. പറയുന്നതിനൊരു ബലയുണ്ട്, അത് ഇൽമ്, അതിനൊരു നിലയും ബലിയുണ്ട്. കണ്ണ് കാണാത്തവന്റെ ബടി പോലെ നിന്റെ പറച്ചലിനാക്കാൻ പാടില്ല. കണ്ണ് കാണാത്തവന്റെ ബടി എന്ത്, അവൻ ടൈൽസിലും കുത്തും, അവൻ ചാണത്തിലും കുത്തും, അവൻ തീട്ടത്തിലും കുത്തും, അവൻ റോട്ടിലും കുത്തും, കാരണം അവന് കാണുന്നില്ല, അവൻ എവിടെയും കുത്തും. അതേപോലെ നിന്റെ ഈ പറച്ചലിനാക്കാൻ കഴിയാ. അത് അനുസരിക്കുന്നവരിലും പറയുന്നത് അതിന് ഒട്ടാരെ പോട്ടെ ചെല്ലിട്ട് ഞമ്മളൊയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുന്നവരോട് പിന്നെ പറയുന്നെങ്കിൽ പിന്നെ എന്തിനീ പരിപാടി. അപ്പൊ നിങ്ങൾ ചെല്ലും ചൂട് ചൂട് നാളെ 2 ക്ലിപ്പാക്കിട്ട് തീർന്നില്ല, വേറെന്താവാൻ പോകുന്നില്ലല്ലോ. എന്നാലും അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. വോളണ്ടിയർമാർ, ഞങ്ങളെ ബാല്യക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളാം. ആരെങ്കിലും ഒരാള് നേരത്തെ കസാര കൊണ്ടുവന്ന കിട വാങ്ങും മോശമില്ല. ചെറിയ കിടാക്കളെ എതിർക്ക് വരാൻ വിടണ്ട, അവരെ ബാക്കിലിരുത്തിക്കോളി. വന്ന കിടാക്കളെ ബാക്കിൽ കൊണ്ടുപോവണ്ട, ഇനി വരുന്നവരെ എതിർക്ക് വിടണ്ട. ചെറിയ കിടാവിനല്ല വയലും വലിയവർക്ക്. ചെറിയ കിടാവ് ഓൾറെഡി സ്വർഗത്തിലാണ്. അത് സ്വർഗത്തിന്റെ പൂക്കളാണ്, പുഷ്പങ്ങളാണ്. അവരെ ഇടയ്ക്ക് വരാണ്ട എന്നും പറയണ്ട, കാരണം അവർ ഇങ്ങനെയുള്ള മജ്ലിസിൽ ബർക്കത്താണ്. അവരെ ആമീന് ഇജാബത്തുണ്ട്, അവർ വേണോ. പിന്നെ അങ്ങോട്ടാക്കണോ ബാക്കാക്കണോ എന്ന് പറയുന്ന അതെന്തിനും ചെല്ലെങ്കിൽ വയല് കേൾക്കണോ എന്ന് പറയപ്പെട്ടിട്ടുള്ള നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള വലിയോർക്ക് അതൊരു ഡിസ്റ്റർബ്, ഒരു ബുദ്ധിമുട്ടാണ്. അവരെ പാച്ചള്, അവരെ പോക്ക്, അവരെ ഞങ്ങൾക്ക് നല്ലോണം, എനിക്ക് കുറച്ച് ഏറെ. അത് എന്താണെന്നറിയാല. ഞാൻ ഫസ്റ്റ് ജില്ലയിലെ കുറച്ച് വസ്വാസ് പോലെ നിങ്ങൾ വേറെ എന്ത് വിചാരിച്ചോണ്ട, നിങ്ങൾ എന്ത് വിചാരിച്ചോ എനിക്ക് എന്തോ അല്ല എന്നെങ്കിലും പാലക്കാരല്ലേ 4 കഴിയുമ്പോൾ ശരിയാവും. അല്ലേ ശബ്ദല്ലേ, അന്ന വയസ്സെന്തോ ആയിട്ട് 42 കുറച്ച് ശരിയാവും, കൺട്രോൾ ആവും. അല്ലാഹു തആല മജ്ലിസിന്റെ ബർക്കത്തോണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. കുഞ്ഞുമക്കളെ ബർക്കത്തോണ്ട് അല്ലാഹു ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരട്ടെ. അപ്പൊ ദിക്ർ വലിയ കാര്യമാണ്. പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും, ദോഷങ്ങൾ പൊറുക്കപ്പെടും, ദുനിയാവ് രക്ഷപ്പെടും, ആഖിറം രക്ഷപ്പെടും, നിന്റെ പ്രയാസങ്ങൾ മാറും, നിന്റെ കട്ടപ്പാട് തീരും, നിനക്ക് സന്തോഷമല്ല ഏറ്റിത്തരാം, നിന്റെ ആഖിറമല്ല സലാമത്താക്കും. നോക്കൂ, നിങ്ങൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൂനുസ് നബി അലൈഹിസ്സലാം
യൂനുസ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള മഹാനാണ്. മത്സ്യവയറ്റിലെ പ്രവാചകൻ, മീനിന്റെ പള്ളിയിൽ പെട്ടുപോയ നബി, മീനിന്റെ പള്ളിയിൽ പെട്ടുപോയ നബി ആരാണത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ആര്? യൂനുസ് നബി അലൈഹിസ്സലാം. ചരിത്രം വലുതാണത്, വിശാലമായ ചരിത്രമാണ്. ഇപ്പത് ഫുള്ളായിട്ട് പറയാൻ നേരമില്ല, ഷോർട്ടാക്കിയിട്ട് നമുക്ക് വേറെ വിഷയം പറയാനുണ്ട്. എന്നാലും പറയട്ടെ, കുറച്ച് പറയട്ടെ. മഹാൻ നാട് വിട്ടു. അള്ളാന്റെ കൽപ്പന വരുന്നതിന് മുന്നേ, അള്ളാന്റെ പാസ് കിട്ടുന്നതിന് മുന്നേ, അള്ളാന്റെ സമ്മതം കിട്ടുന്നതിന് മുന്നേ മഹാൻ നാട് വിട്ടു. നാട് കുറെ നബിമാർ വിട്ടു. മൂസാ നബി വിട്ടു, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നാട് വിട്ടിട്ടേ മക്കത്ത് മദീനത്തൊക്കെ പോയിട്ടേ. പക്ഷെ അത് എപ്പോ? അത് അള്ളാന്റെ സമ്മതം കിട്ടിയ പിന്നെ, അള്ളാന്റെ ഓർഡർ വന്ന പിന്നെ. പക്ഷെ യൂനുസ് നബി നാട് വിട്ടത് അള്ളാന്റെ ഓർഡർ വരുന്നതിന് മുന്നേ. അതെന്തറിയോ? മഹാനത്തര തിരക്ക് കൂട്ടി. എന്തറിഞ്ഞ കാരണമുണ്ട്, വെറുതെ അല്ല. എത്ര വയല് പറഞ്ഞിട്ടു, എത്ര വിഷയം പറഞ്ഞിട്ടു, എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തിട്ടും നാട്ടുകാർ നന്നാന്നില്ല എന്ന് മാത്രമല്ല, കല്ലെറിയുന്നു, കുറ്റപ്പെടുത്തുന്നു, ആക്ഷേപിക്കുന്നു. എത്ര പറഞ്ഞിട്ടും ഗുണമില്ല. ഉറങ്ങന്നെ നായിന്റെ പാല് ഓട്ട് പിന്നെ പൈപ്പിലിട്ട പോലെ അത് നേരാന്ന് കാണുന്നില്ല. സഹികെട്ട യൂനുസ് നബി, ക്ഷമകെട്ട യൂനുസ് നബി, പൊറുതികേട് വന്ന യൂനുസ് നബി നാട് വിട്ടു. മക്കള്, ഭാര്യ എല്ലാരെയും കൂട്ടിയിട്ട് നാട് വിട്ടു. യൂനുസ് നബി അലൈഹിസ്സലാം എന്താക്കി അറിഞ്ഞ? മഹാന് ബേജാറ്. അങ്ങനെ ഭാര്യ മക്കളെല്ലാം കൂട്ടിയിട്ട്, വൈഫ് കുട്ടിയോളെല്ലാം കൂട്ടിയിട്ട് മഹാൻ നാട് വിട്ടു. ബേജാറെന്ത്? നാട്ടുകാർ ചെല്ലുപോലെ കേൾക്കുന്നില്ല. പിന്നെ ഈ നാട്ടുകാർ ഈ ചെല്ലിങ് ചെലുത്തില്ലാത്ത മനുഷ്യന്മാർ, ഒരു അനുസരണ ഇല്ലാത്ത മനുഷ്യന്മാർ. അതുമല്ല, കല്ലെറിയുന്നു, കുറ്റപ്പെടുത്തുന്നു, കൊരണ്ടോടെ വന്നിട്ട് തമാശാക്കുന്നു. എന്തോ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്തതുകൊണ്ട് ക്ലിപ്പ് വന്നില്ല. അല്ലെങ്കിൽ അതും പറഞ്ഞു യൂനുസ് നബിന്റെ ഒരിടട്ടി. യൂനുസ് നബിക്ക് ബേജാറ്. യൂനുസ് നബി എന്താക്കി അറിഞ്ഞാൽ ഒരിടത്തിന് പോയത് നാട് വിട്ട്. ഈ നാടേ വേണ്ട, ഒരു കെട്ടുപാടേ വേണ്ട, ഒരു പള്ളിയിലെ കമ്മിറ്റിയും വേണ്ട, ഒരു മാസികോന്തിക്കും വേണ്ട, എന്തും വേണ്ട. പള്ളിയെ ഇല്ല, ഓർക്ക് ഓരായിട്ടുള്ള ഒരു ഇടപാടും വേണ്ട. മഹാൻ പോയി. പക്ഷെ അള്ളാന്റെ സമ്മതം വരുന്നതിന് മിന്നായപ്പോ അള്ളാഹ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ് മഹാനരെ പരീക്ഷിച്ചു. ആദ്യം മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. മഹാനറങ്ങനെ കപ്പലിൽ വിഷമത്തോടെ ബേജാറോടെ കയറി. ഒന്നാമത് നാട് വിടുന്ന ബേജാറ്, ഒന്നാമത് നാട്ടുകാർ നന്നാവാത്ത ബേജാറ്, രണ്ടാമത് നാട് വിടുന്ന ബേജാറ്, മൂന്നാമത് ഭാര്യ മക്കൾ നഷ്ടപ്പെട്ട ബേജാറ്. ആ ബേജാറിൽ ഇങ്ങനെ കപ്പലിൽ കയറിയിട്ട് പോകും. കപ്പലിൽ ചെല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ ഓൻ്റെ ഈ അംബാനിൻ്റെ അല്ലെങ്കിൽ ഓൻ്റെ പോലത്തെ കപ്പൽ വലിയ ആഡംബര കപ്പലൊന്നും അല്ല, പണ്ടത്തെ പായ കപ്പൽ. അതിലങ്ങനെ പോകുമ്പോ മഹാൻ ടെൻഷനാണ്. എന്തോ കഷ്ടകാലം. ചനീന്തിയല്ലേ ചനീന്ന്. ആ കയറിയ കപ്പൽ നേട് മുങ്ങാൻ തുടങ്ങി വാരികത്തു. ചില മനുഷ്യന്മാർ അങ്ങനെ, അവർ പോകുന്നതിന് പിന്നെ ഒരു ചനി അടക്കം മുന്നേറ്റിക്കോ. ഈടെ മൊബൈലിന്റെ വീടിയാക്കിയോ, ബേക്കറി ആക്കിയോ, സീത്താങ്കോളിൽ കോയിന്റെ വീടിയാക്കിയോ, ഒരു ഗുണമില്ല, മണമില്ല. ഓന്റെ ചനി വിരിനേ ഇല്ല. അവസാനം ചങ്ങാൻ്റെ ആളിയന്റെ വിസ ഇടിച്ചിട്ട് ഓൻ ദുബൈക്ക് പോയി പിറ്റേന്ന് തന്നെ അവിടെ പണിയില്ല. എന്തെങ്കിലും ഓനെ അവിടുന്ന് പോന്നെ ചെല്ലോ. എന്തേ ഓന്റെ ചനി 9 പിന്നെ അവിടെ കിട്ടി. അതിന് ദിക്കറിയല്ലോ എല്ലാ ചനിയും എല്ലാ നേരവും ദിക്കറ് പോണം നല്ലോണം. ഇരിക്കട്ടെ. യൂനുസ് നബി അലൈഹിസ്സലാം എന്താക്കി അറിഞ്ഞ? കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന്മാർ തീരുമാനിച്ച് കപ്പൽ മുങ്ങുന്നത്. കപ്പൽ മുങ്ങിയെന്നാണ് ഞങ്ങൾ എല്ലാവരും. ഇതിലുള്ള കുറെ ചരക്ക്, ചാക്ക്, അടക്ക, തേങ്ങ, എല്ലാം മക്കള്, ധാരാള മക്കള്, ഭാര്യമാർ, എല്ലാം കുടുംബം എല്ലാവരും. അപ്പോ കപ്പിത്താൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് മുങ്ങോ. ഇപ്പൊ മുങ്ങിക്കൊണ്ട് വരുന്നത്ര. ഒരു കാര്യം വെയിറ്റ് കൂടി ആരെങ്കിലും ഇത് നിരീച്ചപ്പോ സൈഡാക്കാൻ ഓട്ടോറിക്ഷ അല്ല, കപ്പള്. എന്താക്കുന്ന? ആര് തുള്ളുന്നോ ആരെ എറിയുന്ന. ഇനി എന്നെ അറിയാൻ വേണ്ടി 4 ആൾ വന്ന് ഞാൻ വിടും.
യൂനുസ് നബി അലൈഹി സ്വലാം ഈ ടെൻഷനിലും അള്ളാന്റെ ദിക്റിലായിട്ട് ഇങ്ങനെ കൂടുമ്പോ ഓരെല്ലാരും കൂടി അയാളെ മനുഷ്യന് പുറത്തേക്ക് ഇടാതെ പാപത്തിന്റെ മനുഷ്യൻ ആരറകാലക്കില്ല ഊറ്റും കൗച്ചില്ല അതങ്ങനെ നന്ന പാപ്പാവാനും കയ്യ ഭഗ്യങ്ങ് 4 കുത്തിയാറ നന്ന ഭഗ്ഗം കയ്യ എല്ലാ മീനും ഏത് മീനിന്റെ മേലെ പോയിട്ട് കാഷ്ടിക്കുന്ന മീനിന്റെ പേര് ഒരു പേപ്പർ പോലത്തെ ഒരു മീനില്ലേ നങ്ക് അല്ലേ മാന്തളില്ലേ ആ മീനിന്റെ മേലോ എല്ലാ മീനും പോയിട്ട് കാഷ്ടിക്കുന്ന നേരെ കളോ നമുക്കറിയാല സംഗതി എന്താ പാപം മാത്രമല്ല പായ് പിരിച്ച പോലെയും ഉണ്ട് നന്ന പാപാവനം കയ്യ യൂനുസ് നബി അലൈഹി സ്വലാം തിരുവള്ളത്തിലേക്ക് യൂനുസ് നബി അലൈഹി സ്വലാം വെള്ളത്തിൽ അള്ളാന്റെ പരീക്ഷണമാണ് സംഗതിക്ക് ഇതെല്ലാം ആയത് അള്ളാന്റെ പരീക്ഷണം അള്ളാന്റെ പൊരുത്തമാണ് വലുത് അതിന്റെ അപ്പുറം വേറൊന്നും ചിന്തിക്കാൻ കഴിയാ അള്ളാന്റെ പരീക്ഷണം എന്നോണം യൂനുസ് നബി അലൈഹി സ്വലാമിന് അതാ കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്നു കടലിലേക്ക് എടുത്തെറിയപ്പെട്ട മഹാനർ മുങ്ങിത്താഴുന്നതിന്റെ ഇടയില് അള്ള മീനിനോട് പറഞ്ഞു മീന് മിഴുങ്ങിക്കോ മിഴുങ്ങിക്കോന്ന് മാത്രം ചെല്ല് വേറൊന്നും ചെല്ലിറ്റ ഞങ്ങാനും മുങ്ങുമ്പോ അള്ള മീൻ്റെ എന്ത് ചെല്ലട്ടി മിഴുങ്ങുന്ന മാത്രമേ മിഴുങ്ങിയിട്ട് ചവച്ചിട്ട് ജ്യൂസ് ആക്കുക എന്താ ഞമ്മളെ കൊണ്ട് ഒരു കോണം ആർക്കും ഇല്ലല്ലോ കൊണക്കേടല്ല കമ്മിറ്റിക്കാർക്ക് വയൽ വെക്കാൻ പറ്റില്ല ഓൻ അഭിപ്രായം പറയാനായി 5 പൈസ കൊടുക്കാല്ല അത് വേറെ വിഷയം അവന്റെ വിഷയം കേട്ടെങ്കിലേ എല്ലാ ചില മനുഷ്യന്മാർക്ക് പണിയാൻ പറഞ്ഞ മേസ്ത്രി ഓർക്ക് മേസ്ത്രി പണി വേറെ പണിയൊന്നും ഒരു ഉറുപ്പ് കൊടുക്കാൻ ഒരു നല്ല കാര്യത്തിന് കാണാൻ എല്ലാം പിന്നെ വരും കൂടെ വേണ്ടിയാ പിള്ളറ് കൂടെ വേണ്ടിയാവുമ്പോ മേസ്ത്രി നീ ഒരു 100 രൂപ കൊടും മുന്നേ പിന്നെ വിഷയം മേസ്ത്രി പണി എടുക്കുന്നതല്ല കുറച്ച് പണിക്കാറും പോണം ഇരിക്കട്ടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മീനിനോട് അല്ലാഹു പറഞ്ഞു മീനെ വിഴുങ്ങ് ചരിത്രം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ആ മീനിനെ പിന്നൊരു മീൻ വിഴുങ്ങി അങ്ങനെ 18ഓളം അല്ല 40ഓളം മീനുകൾ വിഴുങ്ങി അതങ്ങനെ വിഴുങ്ങിയ മീനിനെ പിന്നൊരു മീൻ വിഴുങ്ങുന്നത് അത് ഫസ്റ്റ് വിഴുങ്ങിയത് മത്തിന്ന് കൂട്ടിക്കോ അതിനെ അയില വിഴുങ്ങി അതിനെ അഞ്ചളും വിഴുങ്ങി ചെറിയ പൊതിനെ ഒരു കൊട്ട കിടുന്ന ആ കൊട്ടനെ വലിയ കൊട്ട കിടുന്ന ആ കൊട്ടന് പിന്നെ വലിയ കൊട്ട കിടുന്ന അതിന് വലിയ ടെൻഷനാക്കാൻ അല്ലാഹ് അങ്ങനെ വിഴുങ്ങി ദിവസങ്ങളോളം മീന്റെ പള്ളി നാട്ടിലേക്ക് പ്രവാചകനായിട്ട് പറഞ്ഞേക്കപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിന് മുമ്പ് അവിടുന്ന് പോയപ്പോ അവിടുന്ന് മീന് മിഴുങ്ങി കുറെ കഴിയുമ്പോ യൂനുസ് നബി അലൈഹി സ്വലാമിന് ഖേദം തോന്നി വിഷമം തോന്നി നാട് വിട്ടല് വന്നലല്ല ബേജാറ് കുഞ്ഞുമക്കള് പോയലല്ല ബേജാറ് അല്ലാഹ് പോന്ന് പറയുന്നതിന് പിന്നെ ഞാൻ പോയല്ലേ ഇതല്ലാഹ്ക്ക് കാട്ടിച്ച കുരുത്തക്കേടല്ലേ അല്ലാഹുവിനോട് ചെയ്തത് തെറ്റല്ലേ ഇത് അല്ലാഹുടെ കാട്ടിയ കുരുത്തക്കേടല്ലേ എന്റെ റബ്ബേ എനിക്ക് നീ പൊറുക്കല്ലാ എനിക്ക് നീ പൊറുക്കല്ലാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് അങ്ങനെ ദുആരുന്നിട്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞെന്തറിയാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എപ്പോൾ ഈ ദിക്ർ ചെല്ല് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അത് ഖുർആൻ ആയത്താണ് അത് ദുആയാണ് അത് ഏറ്റവും വലിയ ദിക്റാണ് ഈ ദിക്ർ അങ്ങനെ യൂനുസ് നബി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്താ ഇതിന്റെ അർത്ഥം പടച്ചോനെ നീ അല്ലാതെ ഒരു ഇലാഹ ഇല്ലാ അല്ലാഹ് ഏട പൊങ്ങുന്നെങ്കിലും ഞാൻ ഏട പാഞ്ഞെങ്കിലോ എന്റെ റബ്ബ് നീ അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതെ ഒരു ഇലാഹ ഇല്ല ഇന്നി കുന്തു മിനൽ ളാലിമീൻ
ഞാൻ എന്റെ തടിയോട് തെറ്റ് ചെയ്തു പോയല്ലാ, അക്രമം ചെയ്തു പോയല്ലാ, കുറ്റക്കേട് കാട്ടിയല്ലാ, പൊറുക്കല്ലാ. അങ്ങനെ ചൊല്ലി അങ്ങനെ 40 ദിവസം കഴിയുമ്പോ അഭിപ്രായം കുറെ ഉണ്ട്. 18 ദിവസവും 40 ദിവസവും അങ്ങനെ കുറെ അഭിപ്രായമുണ്ട്. ഏതോ ആട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അല്ല മീനിനോട് പറഞ്ഞു, മീനെ അല്ല മീനിനോട് പറഞ്ഞു, മീനെ തുപ്പ്, കടപ്പുറത്തേക്ക് തുപ്പ്. മീനിന്റെ ഒരു പല്ല് കീറിയ ഒരു അടയാളം പോലും യൂനുസ് നബിന്റെ ഇല്ല. കാരണം കീറാനല്ല പറഞ്ഞിട്ടാ, കടിക്കാനല്ല പറഞ്ഞിട്ടാ, അമർത്താനല്ല പറഞ്ഞിട്ടാ. പക്ഷെ കാലാവസ്ഥയും ക്ലൈമറ്റും എല്ലാം ചേഞ്ചായ ലോകത്തായതുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരമെല്ലാം ഒരു മാതിരിയായി ആവുമല്ലോ. മീനിന്റെ വെള്ളത്തിന്റെ ഉള്ളു അതും ദിവസങ്ങളോളം എന്താവും. ഞങ്ങൾ തന്നെ നല്ല 1.5 ലെമൺ, എന്താ പറയാ, ലെമൻ ചെറുപുളി, അതിനെന്നെ ഞങ്ങൾ ഒരു 4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിന്റെ കോലം എങ്ങനെ ഉണ്ടാവും? വേണ്ട, ഞങ്ങൾ തന്നെ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ പോയിട്ട് കുളത്തിൽ പോയിട്ട് ഇരുന്ന് വെച്ചോ, നമ്മുടെ കോലം എങ്ങനെ ഉണ്ടാവും? ചില ഭാഗം വെളുത്തിട്ടും ഒരു കളർ മാറിയിട്ടുണ്ടാവല്ലേ. നിങ്ങളുടെ ഇത് ഫസ്റ്റ് കേൾക്കുമ്പോൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ റീപ്ലൈ തരണം, അങ്ങനെ ആവേ അല്ലേ. ഈ ദിവസങ്ങളോളം ഇങ്ങനെ എന്തായിട്ടുണ്ടാവും ആ കോലം. പക്ഷേ കുറച്ച് അപ്പുറപ്പുറെല്ലാം തോലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈന്. അപ്പൊ അല്ലാഹു തആല തുപ്പേണ്ട ജാഗക്ക് തന്നെയാണ് തുപ്പാൻ വേണ്ടി പറഞ്ഞത്. അത് നീണ്ട സ്റ്റോറിയാണ്. അവിടെ ഒരു പുല്ല് ഇതെല്ലാം മുളപ്പിച്ചല്ല. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗമൊന്നും പോകുന്നില്ല. അപ്പൊ ഈ മഹാൻ ചൊല്ലിയ ദിക്റാണെന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത വനാദൈനാ ഫിൽ ളുലുമാതി ഫസ്തജബ്നാ ലഹു. ഇരുട്ടുകളിൽ ഞങ്ങളയാള് വിളിച്ചോ, അയാള് ഞങ്ങളെ വിളിച്ചോ, യൂനുസ് ഞങ്ങളെ വിളിച്ചോ. ഇരുട്ടിൽ നല്ല ഇരുട്ടുകൾ, അത് ബഹുവചനമാണ്. കുറെ ഇരുട്ട്, സിംഗുലർ അല്ല, പ്ലൂറൽ. ഏകവചനമല്ല, ബഹുവചനോ. ളുൽമത്തല്ല, ളുലുമാത്. കുറെ ഇരുട്ട്. അറിയാതെ കുറെ ഇരുട്ട്. ഒന്ന് രാത്രിന്റെ ഇരുട്ട്, പിന്നൊന്ന് വെള്ളത്തിന്റെ ഉള്ളിലെ ഇരുട്ട്, പിന്നൊന്ന് മീനിന്റെ പള്ളന്റെ ഉള്ളിലുള്ള ഇരുട്ട്. എത്ര ഇരുട്ട്! ആ ഇരുട്ടത്ത് ഞങ്ങൾ എങ്ങനെ വിളിച്ചപ്പോ ഞങ്ങളതാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി. അകപ്പെട്ടു പോയ പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് യൂനുസിനെ ഞങ്ങളെ കരകയറ്റി. എന്നിട്ട് അതിന്റെ അപ്പുറമുള്ള പറഞ്ഞെന്തറിഞ്ഞ ഇതുപോലെ ദിക്ർ ചൊല്ലിയെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും രക്ഷപ്പെടുത്തും കേട്ടോ, കരകയറ്റും കേട്ടോ, കൈച്ചലാക്കും കേട്ടോ. നിങ്ങളും ഇതുപോലെ ദിക്റുള്ളവരാകണം. കണ്ട, ആഖിറത്തിൽ കൂലി മാത്രമേ ഇപ്പൊ കിട്ടിയ ദിക്റിയിലിട്ടാകുമ്പോ. പിന്നെ മഹാനർക്ക് ഭാര്യയും മക്കളെയും അല്ലാഹു തിരിച്ചു കൊടുത്തു. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, നീണ്ട ചരിത്രമാണത്, അത് ഫുള്ള് പറയാൻ സമയമില്ല. എന്നാലും ആ സംഭവത്തെ ഖുർആനിലാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞ്. ഇനി ഹദീസ് കേട്ടോ, ഇതേ സംഭവം. അൻ സഅദ് ഇബ്നു അബീ വഖാസ്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഖാല, മഹാൻ പറയുന്നു, സമയത്തു റസൂലല്ലാഹ്, മുസ്തഫായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നി ലാ അഅലമു കലിമതാൻ ലാ യഖൂലുഹാ മക്റൂബ് ഇല്ലാ ഫുരിജാൻഹു കലിമതാ ഖിയൂനുസ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ, എല്ലാ വിഷമങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ, എല്ലാ ദുരിതങ്ങളിൽ നിന്നിട്ട് കൈച്ചലാവാൻ യൂനുസ് നബിയാകുന്ന എന്റെ സഹോദരൻ പറഞ്ഞ പോലത്തെ ഒരു ദിക്ർ വേറെയില്ല. അതുപോലത്തെ ഒരു ദിക്ർ വേറെയില്ല. മുസ്തദർക്കിൽ പറയുന്നുണ്ട്, മുസ്തഫായ റസൂലുള്ളാഹി പറയുകയാണ്, അതെ
أدلكم على اسم الله الأعظم الذي إذا دعي به أجاب وإذا سئل به أعطى الدعوة التي دعا بها يونس حيث ناداه في الظلمات. ഞാൻ നല്ലൊരു ദിക്ർ പറഞ്ഞു തരട്ടാ. ആ ദിക്ർ പറഞ്ഞിട്ട് നിങ്ങൾ ദുആരെന്നെങ്കിലും ഉത്തരം കിട്ടോ. ആ ദിക്ർ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് കേട്ടെങ്കിലും അല്ലാഹ് തരാ. ആ ദിക്ർ പറഞ്ഞെങ്കിലും നിങ്ങളെ വിഷമങ്ങൾ തീരാ. അത് എന്റെ സഹോദരൻ യൂനുസ് പറഞ്ഞ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഫഖാല റജുലുൻ, ഇത് റസൂലുള്ള പറഞ്ഞിട്ടാകുമ്പോ ഫഖാല റജുലുൻ, ഒരു സഹാബി നബിയോട് കേട്ട്, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ഹൽ കാനത്ത് ലിയൂനുസ് ഖാസ അം ലിൽ മുഅ്മിനീന അമ്മ. ആ ദിക്ർ ചൊല്ലിട്ടാകുമ്പോ ഈ കൈച്ചലായത് അത് യൂനുസ് നബിക്ക് മാത്രമുള്ള ദിക്റാ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാ? ഞങ്ങൾ ഇതേപോലെ ഇനി ചൊല്ലുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചളിയെല്ലാം പിരിയോ, ഞങ്ങളെ ബേജാറെല്ലാം തീരോ, ഞങ്ങളെ വിഷമല്ല അല്ലാഹ് സലാമത്താക്കോ നബിയെ? അല്ല യൂനുസ് നബിക്ക് മാത്രം, അയാൾക്ക് സ്പെഷ്യൽ ആയിട്ടല്ല പറഞ്ഞതാ, ഞങ്ങൾക്കും അത് പറ്റോ എന്ന് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി ഫഖാല റസൂലുള്ളാഹി മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അലാ തസ്മൗ, നീ കേട്ടിട്ടില്ലേ ഖൗലല്ലാഹ്, അല്ലാഹുവിന്റെ പറച്ചൽ നീ കേട്ടില്ല മോനെ? എന്തെന്ന്? വനജൈനാഹു മിനൽ ഗമ്മി വകദാലിക മിൻജിൽ മുഅ്മിനീൻ. വനജൈനാഹു മിനൽ ഗമ്മി, അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് ഈ ദിക്ർ പറഞ്ഞതിന്റെ പേരില്, ഈ ദുആ എന്നതിന്റെ പേരില്, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയതിന്റെ പേരില്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത് പറഞ്ഞ് എന്നിലേക്ക് മടങ്ങിയതിന്റെ പേരില് യൂനുസ് നബിയെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്നല്ല പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടില്ല. അതിന്റെ അപ്പുറം അല്ലാഹ് പറഞ്ഞു, വകദാലിക മിൻജിൽ മുഅ്മിനീൻ, ഇതേപോലെ ഞങ്ങൾ മറ്റുള്ള മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തുന്നവരാണ്. ഉള്ള മന്ത്രവാദിന്റെ അടുത്തേക്കും കണയന്മാരുടെ കണക്ക് വെച്ച് നോക്കാനൊന്നും പോണ്ട. ആര് മാട്ടാക്കിനെ, ആര് മന്ത്രാക്കിനെ, എന്താ പണി കിട്ടുന്നില്ല, എന്ത് നിങ്ങളുടെ ഉള്ളതെല്ലാം പോന്നോ, എന്താ കൈ വട്ട, എന്നിട്ട് കൽബേ വട്ട, കയ്യന്നെ വട്ട, എന്റെ കൽബേ വട്ട. മന്ത്രവാദിന്റെ ഈ ദിക്റെല്ലാം ചൊല്ലി നിസ്കാരം എല്ലാം ക്ലിയറാണ്. പിന്നെ ദുനിയാവല്ലേ കുറച്ചെല്ലാം നല്ലാവും, എന്തോ ആവണ്ടെന്നുണ്ടാ സ്വർഗത്തേക്ക് തന്നെ പോണം, എന്നോണം എപ്പോഴും ആയിക്കൊണ്ടേ പോകണമെന്നുണ്ടാ നരകത്തേക്ക് തന്നെ പോണം. അല്ലാഹ് കാക്കട്ടെ. ഇടക്കിടക്ക് എന്തോ ആവണമെന്നുണ്ടാ ദുനിയാവിലങ്ങനെ നല്ലവർക്ക് കുറച്ച് ഏറെ പ്രയാസം. ചില മനുഷ്യന്മാർ പറയലുണ്ട്, ഞാൻ അറിഞ്ഞിട്ട് ഒരു തെറ്റുവാക്കി, ഞാൻ ഇന്നോളം ഒരു നിസ്കാരം സാലാക്കിട്ട് ഇപ്പൊ ഷുഗർ 850, എന്നെ എന്തിനാ അല്ലിങ്ങണാക്കിയ? നിങ്ങൾ ഇന്നോളം ആർക്കും ഒരു തെറ്റാക്കിട്ടേ, നിങ്ങൾ ഒരു നിസ്കാരം കള്ളാക്കിട്ടേ നിങ്ങൾക്ക് 880 നാളെ 890 ആവും. കാരണം എന്താ? നിങ്ങൾ അല്ലാന്റെ നിങ്ങൾക്ക് എന്തും ഉണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ അല്ല തീർക്കുന്ന, അതിന്റെ അപ്പുറം വെക്കുന്നില്ല. നല്ലവർക്ക് കുറച്ച് ഏറെ, ഞാൻ ഇത്ര നല്ല ആളായിട്ടല്ല എണ്ണിങ്ങണാക്കി, ആ നല്ല ആളെ അങ്ങനെ ആവും, ആയിട്ട് തന്നെ പോകണമെന്നില്ല. നമ്മളെ കാക്കട്ടെ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടും രോഗങ്ങളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹു ഞങ്ങൾക്ക് തരാതിരിക്കട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് തരാതിരിക്കട്ടെ. കാരണം ഞങ്ങൾ ഈമാനിന് ബലം കുറഞ്ഞവരാണ്. ഞങ്ങൾക്ക് വലിയ ഇഖ്ലാസും കരുത്തും ഇല്ലല്ലോ. സാധുക്കളല്ലേ ഞങ്ങ. പടച്ചോനെ നീ ഞങ്ങളാ കാക്കല്ലാ, നീ ഞങ്ങൾക്ക് പൊറുക്കല്ലാ. നന്നല്ല എന്നെങ്കിലും ഒരു കണക്ക്. പെട്രോള് 12 ഇൻഷാല്ലാ പോകുന്നത്. ഇന്ന് പിന്നെ ഞാൻ എന്നെ ഒരു 8 കാലം 9 കാലം ഞാൻ നിന്നിട്ടേ അല്ലേ? ഞാൻ എത്ര മണിക്ക് നിന്നെ? എത്ര മണിക്ക് നമ്മളെ പരിപാടി തുടങ്ങിയേ? 9 കാലക്കല്ല മുന്നേ നിന്നെ. അല്ലാഹ് കബൂലാക്കട്ടെ. അല്ലാഹ് കബൂൽ. അല്ല ഞാൻ നിർത്തുന്നില്ല. എന്നും ഒരു സമയം പോണല്ലേ. അങ്ങനെ
നാളെ നിങ്ങൾക്ക് പരിപാടിയുണ്ട്, ഞങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. നാളെ അങ്ങനെ നേരത്തെ വന്നിട്ട് ഇരുന്നിട്ട് കേട്ടിട്ട് പോണോ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് സ്വീകരിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഞങ്ങളെ പരിപാടിക്ക് ആരെല്ലാം സഹായിച്ചിന്, ആരെല്ലാം എങ്ങനെല്ലാം സഹായിച്ചിന്, വന്നിട്ട് പൈസ തന്നിട്ട് ഉപദേശം നൽകിയിട്ട് അത് കെട്ടിയിട്ട് ഇത് കെട്ടിയിട്ട് കസാല ഇട്ടിട്ട് എല്ലാം അള്ളാഹു താല എല്ലാരെയും സഹായിക്കട്ടെ. കുടിക്കാൻ എന്തുകൊണ്ട് ഓർക്കും? നാളാക്കണം 37ാമത്തെ വാർഷിക അമാനത്തുൽ ഇസ്ലാം മദ്രസന്റെ അല്ലേ? എത്ര ആണ്ട് മദ്രസ ആക്കിയിട്ട് എത്ര ആണ്ട്? ഏകദേശം ഇവിടെയുള്ളവരെല്ലാം മാർസിൽ പഠിച്ചവരായിട്ടുണ്ടാവും അല്ലേ? ഇത് പുതിയത് അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റത്തെ അല്ലേ? അത്രക്കും പഴക്കമുള്ള ഒരു നാട്, ചരിത്രമുള്ള നാട്, പാരമ്പര്യമുള്ള നാട്. ചെറിയ നാട് ഞമ്മ ചെറുതാക്കണ്ട, ചെറുതല്ല വലിയ നാട് തന്നെ. 4 ആൾ വേലാക്കാൻ വന്നിട്ടില്ല ഞമ്മ നാട് ചെറുതാക്കുന്നത്. ഇനി വരാത്തോ പോട്ടെ. എല്ലാരും പറഞ്ഞു നിർബന്ധം, എല്ലാരും ഒന്നുമില്ല, ഒരാൾ വന്നാൽ മതി. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും മരിക്കുന്നവരെ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. എന്നെങ്കിലോ വന്ന മോമിനീങ്ങൾക്ക് എന്തും ഇല്ല, ഒരു പഞ്ചാരന്റെ വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കണം. കാരണം പറഞ്ഞാ കുറെ മനുഷ്യന്മാർ ബെയ്ച്ചിട്ട് വരുന്നേ, കുറെ മനുഷ്യന്മാർ ബെയ്ക്കാതെ വരുന്നത്, ബയ്യ ബെയ്ക്ക. ഒരു 1-1.5-2 മണിക്കൂറിൽ ഇരിക്കുമ്പോ അവർക്കൊരു ക്ഷീണം തോന്നും, ദാഹം തോന്നും. പഴയ പോലെ ഒന്നുമല്ല. അപ്പൊ എന്തും വേണ്ട, ജ്യൂസ്, മന്തി, ഷവർമ, ഇതൊന്നും വേണ്ട. മൈനസ് പ്ലസ് ഇതൊന്നും വേണ്ട. ഒരു ചെറിയൊരു മധുരപ്പാനീയം, ഒരു പത്തക്കൻ്റെതാ അല്ലെങ്കിൽ പിന്നെ ഒരു നാളെ ഒരു ബർക്കത്ത. ഇന്നത്തെ മജ്‌ലിസിലെല്ലാം നല്ല നിയ്യത്ത് വെച്ചിട്ട് കുടിക്കുമ്പോ ഞങ്ങൾ കുറെ കാലം മരുന്ന് കുടിക്കുന്ന രോഗം ചിലപ്പോൾ അതിൽ മാറും. നിയ്യത്ത് നന്നാണോ? കരുത്ത് നന്നാണോ? കരുത്ത് മുന്നേ പിന്നെ മരുന്ന്. നമുക്ക് കരുത്തേ ഇല്ലല്ലേ? പോകുമ്പോ തന്നെ മരുന്ന് കൊടുത്തോ, 3 ഗുളിക കൊടുത്തോ, 4 പിന്നെ ടാബ്ലറ്റ് എല്ലാം കൊടുത്തിട്ടോ മേങ്ങിട്ട് വരുമ്പോ കുറഞ്ഞിട്ടില്ല. അവനെ കണ്ടേ ചെല്ലും, അത് പേടിക്കണ്ട. എനിക്ക് ഡൗട്ട് കുറയുമെന്ന് കാണുന്നില്ല. അവന്റെ നീയത്തെ നാളെ നീ സെറ്റിലെത്തും പോണ്ടി വരും. എന്തറിഞ്ഞ നിന്റെ നീയത്തന്നെ എന്ത് കുറയോന്നുണ്ട്, എനിക്ക് കാണുന്നില്ല. ഗുളിക തന്നിനോ? എന്തിനത് ഗുളിക നോക്കനെ? കരുത്തില് കൂടി അതിലെന്നെ പോണോന്ന് കരുത്തില്ല. നമുക്ക് കരുത്തില്ല. കരുത്താണ്. പിന്നെ പണ്ടൊരു ഉസ്താദ് വേല പറഞ്ഞോലോ, നിങ്ങൾ കേട്ടനാന്താ ചരിത്രം? കേട്ടില്ലെങ്കിൽ ഒരു ദിവസം വേല പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വം. ഒരാൾ പോയിട്ട് ആ കീടാക്കളൊന്നും മെല്ലെ അപ്പറക്കാവല. ജോറാക്കണ്ട. ചെറിയ പൈതങ്ങ പാഞ്ഞോണ്ടുണ്ടോ അവരൊന്ന് പെണ്ണുങ്ങളെടുത്തൊക്കെ ആക്കി അല്ലെങ്കിൽ അപ്പറക്കി. എന്ത് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വം അത് പറഞ്ഞങ്ങ് തീരുന്നു. എന്ത് ബിസ്മി എന്ത്? ഇമാം റാസി തങ്ങൾ തഫ്സീർ റാസിയിൽ പറയുന്നുണ്ട്, ബിസ്മി എന്നത് ഏറ്റവും വലിയ ദിക്റാണ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പേരുണ്ടയില് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം, സിംഹാസനം, ആസിഫ് ഇബ്നു ബർഖിയ തങ്ങള് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ആ സിംഹാസനം എത്തിയിട്ട് കണ്ണ് ചിമ്മുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് സുലൈമാൻ നബിന്റെ മുമ്പിൽ വെച്ചപ്പോ അത് പൊക്കാൻ വേണ്ടി പറഞ്ഞ ദിക്ർ ബിസ്മിയിലുണ്ട്. അതല്ലയാണോ റഹ്മാനാണോ റഹീമാണോ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും ആ മൂന്നിലൊന്ന് തഫ്സീർ റാസിയിൽ വിശദമായി പറയുന്നുണ്ട്. ബിസ്മി കൂട്ടിയിട്ട് നീ എന്തെടുത്തും പൊന്നു ബർക്കത്തുണ്ട്. മല്ലം യബ്തദി ബിസ്മില്ലാഹി ഫഹുവ അബ്തറു ഖാല റസൂലുള്ളാഹി. ബിസ്മി കൂട്ടാതെ നീ എടുക്കുന്ന ഏത് പണിയും ഏത് സംഗതിയും ബർക്കത്ത് കുറഞ്ഞതാണ്. ഐ ഖലീലുൽ ബർക്കത്തി, ബർക്കത്ത് കുറഞ്ഞതാണ്. നീ ഡോർ ഇടുമ്പോ, ഡോർ തുറക്കുമ്പോ, നീ കാള് വെക്കുമ്പോ, നീ പോകുമ്പോ, നീ കൊടുക്കുമ്പോ, നീ എടുക്കുമ്പോ, നീ എല്ലാത്തിനും ബിസ്മി കൂട്ടിക്കോളും. അതിൽ വലിയ ബർക്കത്ത്. നല്ല കരുത്തുപോലെ അതിന്റെ ഗുണമറിഞ്ഞ്, മണമറിഞ്ഞ്, ആശയമറിഞ്ഞ്, അതിന്റെ എല്ലാം അറിഞ്ഞ് കരുത്തുപോലെ
ആക്കിയിട്ട് ഒരാള് ബിസ്മി കൂട്ടിയിട്ട് വെള്ളത്തിന്റെ മേലെ നടക്കണോന്ന് വിചാരിച്ചാൽ അയാൾക്ക് നടക്കാൻ കഴിയും കേട്ടോ. കാരണം ബിസ്മിയാണത്, അള്ളാന്റെ പേരാണത്, അള്ളയാണത്. വിശദമായിട്ടുണ്ട് കിതാബില്. ഇതിനൊരു അങ്ങനെ വയലെല്ലാം ചെല്ലിയിട്ട് ബിസ്മിന്റെ മഹത്വം നല്ല കരുത്തിൽ ചെല്ലിന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങല, അവൻ അക്കരെ കടക്ക് തോണി വേണ്ട, അവന് ഇതൊന്നും വേണമെന്നില്ല, ബിസ്മി ചെല്ലിട്ട് നടക്കാം, ഈസിയിൽ നടക്കാം, 4G സ്പീഡിൽ നടക്കാം. അങ്ങനെ വയലെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇയാൾക്ക് അക്കരക്ക് വയ്ക്കാൻ പോകണം. ചൊറയും മൗലിതുണ്ടാവും, വിളിക്കാനും വന്നില്ല പോക്കോ അമ്മോദ്. അങ്ങനെ ഓരെല്ലാം ഒന്നിച്ചിട്ട് പോകുന്നത് വേറെ വിളിച്ചിട്ടില്ല. അയാൾ പാപത്തിന്റെ മനുഷ്യൻ, ഈ മൗലിന് വിളിച്ച മനുഷ്യൻ ഒരു പാപത്തിന്റെ മനുഷ്യൻ, എല്ലാവരും വിളിച്ചിട്ട് ആവതില്ല അയാൾക്ക് സാധു. അങ്ങനെ അയാള് ഉസ്താദിനെ മാത്രം മുക്കുറിക്കാവും വേണ്ട, നാളെ മറ്റൊന്ന് ഉമ്മാമന്റെ ആണ്ടുണ്ട്, അതിനെ അയാളെ വിളിച്ച ഇന്ന് നിങ്ങൾ വിളിച്ചോണ്ട് പോയിട്ട് പോയിന്റ് അവിടെ പോയിന്റ് സൈഡിലേക്ക് എത്തിയിട്ട് അവസ്ഥ കേട്ട് അക്കറില്ലല്ലോ തോണി വേണ്ട, തോണി ഉണ്ട്. ഞാൻ നേരത്തെ കൊണ്ടുവന്ന തോണി ഉണ്ട് അവിടെ. പക്ഷെ അതിന് ആരോ എന്നെ കാട്ടി മിന്നെ വന്നിട്ട് അക്കരെ കൊണ്ടിട്ട് അവിടെ വെച്ച് അവർ കിഞ്ഞിട്ട് പോയി. അതിപ്പോ ആരോ ഞാൻ ഇവിടുന്ന് കൂക്കിയെങ്കിലും വരും, അതിനിപ്പുറത്ത് കൊണ്ടുവരും ചെയ്യും, എല്ലാക്കും. പക്ഷെ ഇന്ന് വേണ്ട, എന്തേ പെട്ട വേലയില്ല. ബിസ്മി കൂട്ടിയിട്ട് കരുത്ത് പോലെ വെച്ചെന്ന് കണ്ടെങ്കിൽ അങ്ങനെ കടക്കാ തോണി വേണ്ട. എന്ന് പറഞ്ഞിട്ട് മമ്മജിന്റെ മോൻ പോക്ക് ഒരേ നടന്ന് നടുവിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഉസ്താദ് അവിടെ നിങ്ങളായിക്കൊണ്ട് ഈ ചങ്ങായി വരുന്നില്ലേ? ഇത് മുങ്ങുന്നു. കാരണം ഇയാൾ ബെക്കുമ്പോ ഇയാൾ മനസ്സിലുണ്ട് ഇത് ഇയാൾക്ക് കരുത്തില്ല, മറ്റവന്റെ കരുത്ത് അവന്റെ കരുത്ത് മുന്നേ നീയത്ത് മുന്നേ. വയലെല്ലാവർക്കും ചെല്ല, എണക്കും ചെല്ല, കരുത്ത് വലുത്. എന്നെ വിളിച്ചോണ്ട് പോകും, എന്റെ ഇടക്ക് കമ്പാറിൽ പോയുണ്ടല്ലേ, വിളിച്ചോണ്ട് പോയി കറക്റ്റ് ഉണ്ടെന്ന് അപ്പ അറിയും. അല്ല, ഒന്ന് ആലോചിച്ചോക്ക്, കരുത്ത് മിന്നെ അതാണ് വലുത്. അല്ലാഹു ഞങ്ങൾക്ക് ശരിയായ ഈമാൻ നൽകട്ടെ, ധാരാളം ഹിദായത്ത് നൽകട്ടെ, ഞങ്ങളെ ഇൽമല്ല നാഫിയാക്കട്ടെ, ഇസ്മുൽ അഅ്ലമിലേക്ക് അല്ലാഹു ഞങ്ങളെ എത്തിക്കട്ടെ, അല്ലാഹു ഞങ്ങളെ ദിക്റുള്ളവരാക്കട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ മുസ്തഫായ നബി തങ്ങളെ പിരിശപ്പെട്ട ഭാര്യ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പിരിശപ്പെട്ട കനിയായ മകളാ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ഒരു പെണ്ണ് വേറെയില്ല. കന്യകയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു, പണ്ഡിതയായിരുന്നു. അബൂ ഹുറൈറ തങ്ങളെ ഉസ്താദ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ ഉസ്താദ്, ഇബ്നു മസ്ഊദ് തങ്ങളെ ഉസ്താദ്, ബീവി ആയിഷ നല്ല പണ്ഡിതയാണ്. ആ മഹദിയെ സംബന്ധിച്ച് ഒരിക്കൽ എന്താക്കി അറിഞ്ഞ മുനാഫിഖീങ്ങള് വേണ്ടാത്തത് പറഞ്ഞിട്ട് വരുത്തി. ചില മനുഷ്യന്മാർക്ക് അത് തന്നെയല്ല പണി, അവർക്ക് വേറെ പണിയൊന്നുമില്ല. എന്നെ നോക്കണം, അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവർക്ക് ചൊറിയും തന്നെ പണി, അവർക്ക് ഫിത്തനാക്കലും ഫസാദ് പറയലും അന്നോന്റെ ഇറച്ചി തിന്നലും ഇതന്നെ പണി. അതിൽ വയസ്സന്മാരും ഉണ്ട്, ബാല്യക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. 5 നേരം നിസ്കരിക്കുന്ന ചില വയസ്സന്മാർക്ക് പണി എന്താ പറഞ്ഞാൽ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം ചൊല്ലിയിട്ട് ദുആർന്നിട്ട് പുറത്തേക്ക് വരുമ്പോ തസ്ബീഹിന്റെ മാല പിടിച്ചോണ്ടേ വരുന്ന അയാൾക്ക് ദിക്ർ ചൊല്ലിട്ട് മതിയായിട്ടാ. എന്നിട്ട് ഹൗദിന്റെ കല്ലിരുന്നിട്ട് പിന്നെയും ചൊല്ലും ഒരു 48, അതിന്റെ ഇടക്കും ചൊല്ലും. എന്താ ഇന്നാലെ ജോയിന്റ് സെക്രട്ടറി ഇല്ലഞ്ഞോ, അവൻ ഇന്ന് മുന്നേ വന്നാ 50ാമത്തെ ദിക്ർ ഇയാളെ ചൊറിയും തന്നെ. ബാക്കിയുള്ളവന്റെ നോക്കുന്നതല്ലാതെ സ്വന്തം ഇല്ലേ. ഞാൻ നിങ്ങളെ പറഞ്ഞല്ല,
ഞാൻ നിങ്ങളെ പറഞ്ഞല്ല, എല്ലാരും ആദ്യം എന്നെ, പിന്നെ എല്ലാരും. ഇത് ഈമാനുള്ളവരോടുള്ള ഉപദേശം, എല്ലാവർക്കും അല്ല, ഈമാനുള്ളവർ മുഅ്മിനീങ്ങൾക്ക്, പരലോകത്തെ വിശ്വസിക്കുന്നവർക്ക്, ആഖിറം നന്നാവണമെന്ന് വിചാരിക്കുന്നവർക്ക്, ആദ്യം എനിക്ക് പിന്നീട് കേൾക്കുന്നവർക്ക് അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പോയി യുദ്ധം കഴിഞ്ഞു. ചുരുക്കി പറയട്ടെ, നീണ്ട ചരിത്രമാണ്, സ്വഹിയായ സംഭവമാണ്, നീണ്ട ചരിത്രമാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് സഹാബത്തും റസൂലുള്ളാഹിയും തിരിച്ചു വരുന്നു. കൂടെ ഒരുപാട് സഹാബി പെണ്ണുങ്ങളുണ്ട്, കൂട്ടത്തിൽ ആയിഷ ഉമ്മയുമുണ്ട്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ എന്താ പറയാ, ഒട്ടക കട്ടി, അതില് കട്ടിലുണ്ട്, പല്ലക്ക് പോലത്തെ, അതിലിരുന്നിട്ടാണ് വരുന്നത്. മുമ്പിൽ അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ആളും ഉണ്ടാവും. റസൂലുള്ള പിന്നൊന്നില്ല. അങ്ങനെ നടന്ന് ദിവസങ്ങളോളം നടന്നിട്ടാണ് മക്കത്തേക്ക് മദീനത്തൊക്കെ എത്തുന്നത്. അതിന്റെ ഇടയിൽ ഒരു ദിവസം രാത്രി എവിടെയോ അവരുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി. ചില ആൾക്കാർക്ക് മൂത്തിരിക്കണമെന്നുണ്ട്, ചില ആൾക്കാർക്ക് വെള്ളം കുടിക്കണമെന്നുണ്ട്, കുളിക്കണമെന്നുണ്ട്, അങ്ങനത്തെ വിഷയമുണ്ട്. ആ കൂട്ടത്തിൽ ആയിഷ ഇറങ്ങിയ. പക്ഷെ ഇന്നത്തെ പോലെ വരന്റെ ഉള്ളിൽ തന്നെ വലിയ വലിയ കൊട്ടാരം പോലത്തെ വരയും, അതിന്റെ ഉള്ളിൽ യൂറോപ്യൻ ടോയ്ലറ്റും ഇന്ത്യൻ ടോയ്ലറ്റും ഒന്നും ഇല്ലല്ലേ. നമ്മളെ ചെറുപ്പകാലത്തേ ഇല്ലല്ലേ. ഞമ്മ ഏടാ ഒന്നിന്റെ രണ്ടിനും പോയിനെ. ഏകദേശം 10-28 പിന്നെ ഞങ്ങളെ കമ്പാർ പോയാല് വെള്ളത്തിനെ കാട്ടി ഏറെന്തറിഞ്ഞ 1-2 ആയിഷ റളിയല്ലാഹു അൻഹ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ട് മറക്കാൻ വേണ്ടി പോയി. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ കാര്യം കഴിഞ്ഞ് വൃത്തിയായി എല്ലാ റെസ്റ്റും കഴിഞ്ഞിട്ട് അവർ അതാ വീണ്ടും യാത്രക്കൊരുങ്ങുന്നു. അവരവരുടെ വാഹനപ്പുറത്ത് കയറുന്നു. എല്ലാവരും കയറിയിട്ട് നീങ്ങുകയാണ്. ആയിഷ ഉമ്മ ഇരിക്കുന്ന ഒട്ടകക്കട്ടിലും കൊണ്ട്, കപ്പലും കൊണ്ട്, ആ ഒട്ടകവും കൊണ്ട് സഹാബിമാരും നീങ്ങുന്നു. പക്ഷെ അതിൽ ആയിഷ ഉമ്മയില്ല, അവരറിയില്ല. അവർ വിചാരയിലുണ്ടെന്നാണ്, കേറിയെന്നാണ്. പിന്നെ നന്നായി ഇങ്ങനെ പിന്നെ നോക്കാറൊന്നും കയലല്ലേ, പെണ്ണുങ്ങല്ലേ. പിന്നെ ഞമ്മളെ പോലത്തെ ഇങ്ങനെ ജിറാഫിന്റെ കൗത്ത് നീട്ടി ഉള്ളോടക്കെല്ലാം നോക്കുന്ന സ്വഭാവം സാബികൾക്കില്ല. അത് ഞങ്ങൾക്ക് സഹാബികൾക്ക് പണിയില്ല. പിന്നെ എല്ലാവരും കയറി, സമയം ഉണ്ടാവല്ലോ, ഇമാം ഉണ്ടാവും, ലീഡർ ഉണ്ടാവും, അയാൾ പറഞ്ഞു. പക്ഷെ പോയെങ്കിലും ബാക്കിന്ന് ഒരാൾ പിന്നെ വരും. എന്നിനെ എന്തെങ്കിലും ആരെന്തെങ്കിലും ബാക്കിയായി, ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവക്കാനും വേറെവിടെ നിന്ന് വരുന്ന സീക്രറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. എല്ലാവർക്കും മുസ്ലിങ്ങൾക്കും ഉണ്ട്, അല്ലാത്തവർക്കും ഉണ്ട്, എല്ലാ രാഷ്ട്രക്കാർക്കും ഉണ്ട്, എല്ലാ രാജ്യക്കാർക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സഹാബി വരുമ്പോ കാഴ്ചവും ഒറ്റക്ക് കാണുക. നബിതങ്ങളെ പിരിച്ചപ്പെട്ട ഭാര്യ നേരം കഴിഞ്ഞ ഇരുട്ടത്ത് ഒറ്റക്കാണ്, ഒന്നും മിണ്ടിയില്ല. ആയിഷ ഉമ്മാനെ തന്റെ വാഹനപ്പുറത്ത് കയറ്റുന്നു, നേരെ കൊണ്ടുവരുന്നു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്. നീണ്ട ചിത്രമാണ്, അതിന്റെ ഇടയിൽ മാലെല്ലാം കാണാതായിന്, മഹദിയുടെ മാലെല്ലാം കാണാൻ. നീണ്ട കഥ ഞാൻ ഷോർട്ടാക്കിയതാണ്. കഥ പറയലല്ല ഉദ്ദേശം, അതിലെ പാഠം പറയലാണ് നമ്മൾ ഉദ്ദേശം. അങ്ങനെ ഏതായാലും കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എത്തി, സഹാബത്തിന്റെ അരികിലേക്ക് എത്തിയിട്ട് പിറ്റേന്ന് നാട്ടില് വിഷയം വേറെ. മുനാഫിക്കിങ് ഉണ്ടാകും. മുനാഫിക്കും ചെല്ലങ്ങാരോ ഞാൻ മുസ്ലിമും അല്ല കാഫിറും അല്ല, അതിന്റെ ഇടയിലുള്ള മുനാഫിക്കും ചെല്ലെങ്കിൽ കാഫിറിനെക്കാളും കൊടുമപ്പെട്ട ശിക്ഷയാണ് മുനാഫിക്കിന്. നാളെ നരകത്തില് ഇന്നമൽ മുനാഫിഖൂന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അവൻ മറ്റേ ജാതിയിൽ പെട്ട ആളല്ല, ഞങ്ങളെ ജമാഅത്തിൽ പെട്ട ആളല്ല, ഞങ്ങളെ കമ്മിറ്റിയിൽ പെട്ട ആളല്ല. ഞങ്ങളൊക്കെ തിരുന്നിട്ട് വിഷയാക്കോ എല്ലാം ഉണ്ടോ, എന്നിട്ടും എല്ലാപ്പുറം പോയിട്ട് ആടയും ചെല്ലാം, ഉടയും ചെല്ലും. മുനാഫിക്ക് പച്ച മുനാഫിക്ക്. നിസ്കാരത്തിന്റെ വല്ല കാലം ഉണ്ടാവും, എപ്പോഴും വല്ല സ്വലാത്തും നിസ്കാരം ഉണ്ടാവും. പണി മുനാഫിക്ക് തരാ, വെറും കപട വിശ്വാസിയാണ്. അന്നുണ്ടായി
ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്തോ മുനാഫിക്കീങ്ങൾ പ്രചരിപ്പിച്ചെന്തറിയാ? ആയിഷ ഉമ്മാനെ കൊണ്ടുവന്ന സഹാബിയില്ല, അയാളിലേക്ക് ചേർത്തിട്ട് എന്തെല്ലോ അപവാദങ്ങൾ പ്രചരിപ്പിച്ചോ, മുനാഫിക്കീങ്ങൾ എന്തെല്ലോ പറഞ്ഞു പ്രചരിപ്പിച്ചോ. അയാളും ആയിഷ ഉമ്മയും എന്തെല്ലോ ചെയ്തിട്ടുണ്ട്, അവരെങ്ങനല്ല പെരുമാറിയിട്ടുണ്ട്. ഈ വാർത്ത സഹാബികൾക്കിടയിലും എത്തി. ചില സഹാബികൾക്കും ഡൗട്ടായി. സഹാബികളും അവരും വിചാരിച്ചു, എല്ലാവരും അല്ല, ചില സഹാബികൾ അവരും വിചാരിച്ചു അങ്ങനെ ആയിഷ ഉമ്മ അല്ലെങ്കിലും അത്ര ജാഗ്രത ഇല്ലാത്ത പോലെ മുന്നേ സെറ്റിൽമെന്റ് അല്ല ഈമാൻ ഇങ്ങനെ കുറച്ച് പുതുമുസ്ലിമീങ്ങളായ സഹാബത്തുണ്ടായി. കുറെ കാലം മുന്നേ വന്ന സഹാബത്തല്ല, മുനാഫിക്കീങ്ങൾ അങ്ങനെ ഉണ്ടല്ല. ഇതിന്റെ ഇടയിൽ അതങ്ങനെ ഒരു വ്യാജ വാർത്ത കേൾക്കുമ്പോ നല്ലോറും ചിലപ്പോൾ പെട്ടുപോകുന്നേ ശരി അറിഞ്ഞിട്ടാകുമ്പോ സത്യാവസ്ഥ അറിഞ്ഞിട്ടാകുമ്പോഴാണ് ഈ നല്ല മനുഷ്യന്മാർ ബയ്യ ഖേദിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ എടുത്തു ചാടാൻ കഴിയാ, അമ്പരിപ്പാക്കാൻ കഴിയാ, തപ്പാന്ന് മറുപടി പറയാൻ കഴിയാ, ആലോചിച്ചിട്ട് പോണം ഓരോന്ന്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. സഹാബികളുടെ ഇങ്ങനെ ചർച്ച വന്നിട്ടാകുമ്പോ റസൂലുള്ളാഹിക്കും വിഷമം, എല്ലാവർക്കും വിഷമം. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ആയിഷ ഉമ്മാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടില് പോയിക്കോ, നീ വീട്ടില് പോ. ആയിഷ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ നിങ്ങൾക്കും എന്നെ സംശയമാണോ? അല്ല ആയിഷ അല്ല, എന്നാലും ഞാൻ നിന്നെ അങ്ങനെ സംരക്ഷിച്ച് ഇവിടെ ഇരുത്തുമ്പോ മുനാഫിക്കീങ്ങൾ നാളെ ഇതിന്റെ അപ്പുറം ചെല്ലി നടക്കോ. മുഹമ്മദിന്റെ ആളായതുകൊണ്ട് വേണ്ട പോലെ ഒപ്പിച്ച് ബാക്കിയുള്ളവരായെങ്കിൽ നിൽക്കാൻ കഴിയാലായിന്, ഇരിക്കാൻ കഴിയാലായിന്, ജമാഅത്തിന് പുറത്താ കെട്ടിയായിന്. അവരവരാളാകുമ്പോ വേണ്ട പോലെ ഒപ്പിച്ച് നാളെ ചെല്ലി നടക്കോ. അതുകൊണ്ട് ആയിഷ നിന്റെ ഈ കാര്യത്തില് അല്ലാഹ് തന്നെ ഒരു തീർമാനം പറയട്ടെ. മുസ്തഫായ റസൂലുള്ളാഹ് പറഞ്ഞു, സഹാബികളോട് അതിന്റെ മുന്നേ ആലോചിച്ചോ, സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചോ, അല്ല സിദ്ദീഖ് എന്റെ ഭാര്യ ആയിഷ നിങ്ങളെ മോള് നിങ്ങളെ അഭിപ്രായം? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ നിങ്ങളെ അഭിപ്രായം എനിക്ക് അതിന്റെ അപ്പുറമൊന്നും പറയാനില്ല. ഉമർ ഖത്താബ് തങ്ങളും പറഞ്ഞു, നബിയേ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം, ഞങ്ങൾക്ക് ഡൗട്ടില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയാം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയാം? അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു വലിയ ദേഷ്യം ഉണ്ടായി. എന്തറിഞ്ഞ കഥ? അലി റളിയല്ലാഹു അൻഹു നബിയോട്, നബിയെ നിങ്ങൾ എന്ത് ഇത്ര ടെൻഷൻ ആക്കുന്നത്? വേറെ പെണ്ണ് കിട്ടല്ല. അത് ആയിഷ ഉമ്മക്ക് അറിഞ്ഞു. അതാണ് സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ സഹാബത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നേതൃത്വം ആയിഷ ഉമ്മയായിരുന്നു. അവരെന്ത് വിചാരിച്ചോണ്ട, അതങ്ങനെ തെറ്റിദ്ധാരണന്റെ മേലെ വന്നതാണ്. അല്ലാഹു മഹാന്മാരുടെ മദതും ബർക്കത്തും നമുക്ക് നൽകട്ടെ. ഏതോ ആകട്ടെ വീട്ടിലേക്ക് ചെന്നു, അപ്പയോട് പറഞ്ഞു, അപ്പ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് അപ്പ മിണ്ടുന്നില്ല, ഉമ്മ മിണ്ടുന്നില്ല. 18 വയസ്സുള്ള പെണ്ണ്, ചെറിയ 16 വയസ്സുള്ള പെണ്ണ്, ഇതിങ്ങനെ ദിവസം 18 ഇല്ല, അള്ളാന്റെ ഭാഗത്തുനിന്ന് വഹിയില്ല. ഈ വിഷയ സംബന്ധമായിട്ട് ജിബ്രീൽ അള്ളാന്റെ ആയത്തുമായിട്ട് വന്നിട്ടില്ല. ഇല്ല, ആയിഷ ഉമ്മാനെ മടക്കി വിളിക്കുന്നില്ല, നബി തങ്ങൾ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. മുനാഫിക്കീങ്ങളുടെ ശത്രുക്കളുടെ പ്രചരണം പൊടിപൊടിക്കുകയാണ്, പൊടിപ്പും തേങ്ങലും വെച്ചിട്ട് പ്രചരിപ്പിക്കുകയാണ്. കണ്ടാ നേരല്ലേ നേരല്ലേ, അല്ലെങ്കിൽ എപ്പോഴേ വരാൻ ചെല്ലലൈന. എപ്പോഴും കരച്ചലാണ്. അങ്ങനെ ആയിഷ ഉമ്മാനെ പറ്റി വിചാരിക്കാൻ പാടുണ്ട്. ആരത് 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 ആയിഷ ഉമ്മ കരഞ്ഞു കരഞ്ഞിട്ട് അല്ലാഹുവോട് ദുആറുന്നു, എപ്പോഴും ദിക്ർ ചൊല്ലിയിട്ട് ദുആറുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരവസരം 18 ദിവസം കഴിഞ്ഞിട്ട് 18 ദിവസം കഴിഞ്ഞിട്ട് മുസ്തഫായ റസൂലുള്ളാഹ്
14 രാവിലെ ലംഘുന്ന ചന്ദ്രനെക്കാളേറെ ശോഭയുള്ള മുഖവുമായി സുന്ദരമായ പുഞ്ചിരിയുമായി ഹബീബായ നബി തങ്ങള് ആയിഷ ഉമ്മാന്റെ വീട്ടിൽ വരുന്നു. വരവാണെങ്കിൽ വളരെ സന്തോഷത്തോടെ നല്ല മൂഡില് നല്ല റാഹത്തില് ഹബീബായ നബി തങ്ങള് വരുന്നത് കണ്ടപ്പോ ആ വരവിന്റെ സ്റ്റൈല് കണ്ടപ്പോ മുസ്തഫായ നബി തങ്ങൾ ആ വരുന്ന ബോഡി ലാംഗ്വേജ് കണ്ടപ്പോ ആയിഷ ഉമ്മ പാഞ്ഞു ചെന്നു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞോ. ഞാൻ തെറ്റുകാരിയാണോ കുറ്റക്കാരിയാണോ, ഞാൻ ചെയ്തതിനായില്ലത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലാലോ, ഇല്ലാലോ നബി, അല്ലെന്തും പറഞ്ഞില്ലേ? അപ്പ റസൂലുള്ള പറഞ്ഞു ആയിഷ, അള്ളാന്റെ ആയത്തിറങ്ങിയിട്ടുണ്ട് ആയിഷ, ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല. ഇത് മുനാഫിക്കീങ്ങളുടെ കള്ളന്മാരുടെ ശത്രുക്കളുടെ കുതന്ത്രമാണ്, ചതിയാണ്, പണിയാണ്. ആയിഷ നിരപരാധിയാണ്, നല്ല പെണ്ണാണ്. പൊക്കോളു നബിയേ, സ്നേഹനിധിയായ ആയിഷനെ ചേർത്ത് പിടിച്ചോളു നബിയേ. അല്ലാഹുവിന്റെ ആയത്തിറങ്ങിയിട്ടുണ്ട് ആയിഷ. ഇത് പറഞ്ഞപ്പോ, ഇത് റസൂലുള്ള പറഞ്ഞപ്പോ ആയിഷ ഉമ്മ പറഞ്ഞെന്തറിയാ നബിയേ, എനക്ക് ഉറപ്പുണ്ടായിന്, എനക്ക് ഗ്യാരണ്ടി ഉണ്ടായിന്, എനക്ക് നല്ല ഗ്യാരണ്ടി ഉണ്ടായിന്. അള്ളാന്റെ ആയത്ത് ഇറങ്ങും ഞാൻ നിരപരാധി എന്ന് നിങ്ങളോടും ലോകത്തോടും അള്ളാഹ് പറയുന്നു. എനക്ക് നല്ല ഉറപ്പുണ്ടായിന്, എനക്ക് നല്ല ഉറപ്പുണ്ടായിന്. ഇത് ചൊല്ലിയപ്പോ മുസ്തഫ റസൂലുള്ള കേട്ട്, അത് നിനക്ക് ഉറപ്പ്, നീ അങ്ങനെ കടാക്കടി നിന്നങ്ങനെ, അങ്ങനെ ഉറപ്പിൽ നിന്നങ്ങനെ ഞാൻ എന്താക്കിട്ട അള്ളാഹ് തർക്കും, എന്റെ നിരപരാധിത്വം തെളിയിക്കും എന്നാ ധൈര്യത്തിൽ ഞാൻ ഉണ്ടായി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നല്ല ജില്ലയെ, നിനക്ക് എന്ത് ധൈര്യം, എന്ത് ഉറപ്പ്, നിനക്ക് അങ്ങനെ ഉറപ്പ് കിട്ടി? എനക്ക് കിട്ടാത്ത ഉറപ്പ് നിനക്ക് അങ്ങനെ കിട്ടിയേ? അപ്പൊ ആയിഷ പറഞ്ഞെന്തറിയാ നബിയേ, ഞാനെപ്പോഴും എന്റെ റബ്ബിനോട് എന്റെ നിരപരാധിത്വം തെളിയിക്കണോ, ഫിത്നക്കാരുടെ ഫിത്നയെ തൊട്ട് കാക്കണോ, ശത്രുക്കളെ മാവ് കെട്ടണോ എന്നെപ്പോഴും കരുതിയിട്ട് അല്ലാഹ് പറഞ്ഞൊരു ദിക്റുണ്ട്, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. പറയന്റെ കൂടെ പറയ്, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ. അവിടെ വാവില്ല, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ അല്ലാഹ് മതി. ആര് കൈവിട്ടെങ്കിലും എന്റെ റബ്ബ് കൈവിടല, ആര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ മറക്കല, ആര് കുറ്റപ്പെടുത്തിയെങ്കിലും എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കല, ആര് കല്ലെറിഞ്ഞെങ്കിലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇത് ഞാൻ എപ്പോഴും ചെല്ലുന്നുണ്ടായിന് നബിയെ, എനക്ക് ഈ ഒരു ഉറപ്പുള്ളത് കൊണ്ട്, ഈ ദിക്ർ ഞാൻ ചെല്ലുന്നത് കൊണ്ട് ഉറപ്പുണ്ടായിന്. അല്ലാഹ് തർക്കിയില്ലേ? അതാ വിഷമങ്ങൾ മാറാൻ, ശത്രുക്കളെ തൊട്ടല്ല കാക്കാൻ, ശത്രുത അല്ല തട്ടാൻ, അല്ലാഹു ഞങ്ങളെ ഏറ്റെടുക്കാൻ, അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, അല്ലാഹു ഞങ്ങളെ കൈപിടിക്കാൻ, ഞങ്ങളെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പത്തിൽ സാധിപ്പിച്ചു തരാൻ പറ്റിയ ദിക്ർ ചൊല്ല്. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എപ്പോഴും ചൊല്ലണം. ഡെയിലി ഒരു 11 അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 33 അല്ലെങ്കിൽ ഒരു 101 സൗകര്യം പോലെ എല്ലാ കാര്യം അല്ലാഹ് പറഞ്ഞിട്ട് പഠിച്ചോനെ ഇൻഷാ അല്ലാഹ് സമയമായി 11 ആയിക്കൊണ്ട് വന്ന്
എന്നിട്ടെല്ലാം ഒരു 11:30 ആവും ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കും. 2 മണിക്കൂർ എൻ്റെ പുറം പോകാൻ ഇങ്ങനെ എന്ത് ചെയ്യലും പോകാൻ 2 മണിക്കൂർ ഇനിയില്ല ടോട്ടൽ 2 മണിക്കൂർ. കുറച്ചു നേരം ചെല്ലണം തെരഞ്ഞാൽ ഇനി 2 മണിക്കൂർ അത്ര വേണ്ട. വയസ്സുള്ളവരല്ലേ, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങളെയും സന്തോഷത്തിലാക്കട്ടെ. ഞാൻ 2 മണിക്കൂർ ആയിക്കൊണ്ട് വന്ന് ഇനി ഇത് പെട്രോൾ ഓടുന്നല്ല, ഞാനൊരു മനുഷ്യനല്ലേ. പിന്നെ ഇതില്ലേ, ഇത് ഇങ്ങനെ നോക്കിയാലേ എന്നെ നോക്കിയാലേ ഇങ്ങനെ നോക്കിയാലേ ഇതെന്തറിഞ്ഞ ഇതെന്റെ ചോര, ഈറ്റും തന്റെ ചോര. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്നത് വരെ ആരോഗ്യം തരട്ടെ. അള്ളാഹു മരുന്നില്ലാത്ത ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കണ്ണടക്കുന്നത് വരെ അള്ളാഹു ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കാനും നല്ലോണം പറയാനും നല്ലോണം ജീവിതത്തിൽ പകർത്താനും അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മമാവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് എതിരില്ല. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ കിടാവു ബക്കറ്റുമായി വരുന്നുണ്ട്. സംഘാടകര് നല്ലൊരു സംഭാവന, നല്ലൊരു പൈസ അതിലേക്ക് ഇട്ട് കൊടുക്കണം. മനസ്സ് വെടിച്ചലായിട്ട് കൊടുക്കണ്ട. ഞാൻ ചെല്ലിന് വേണ്ടിയിട്ട് കേട്ടന് വേണ്ടിയിട്ട് ഇടണ്ട. അള്ളാഹ് തന്നത് അള്ളാഹ് ഏറ്റവും നല്ലൊരു സംഭാവന. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആ ബക്കറ്റ് ഇടണം. ഇൻഷാ അല്ലാഹ് സലാത്തിന്റെ മജ്ലിസാണ്. സലാത്തിന്റെയും ദിക്റിന്റെയും മജ്ലിസ് മഹത്വം എത്ര പറഞ്ഞും തീരാല. ഇതിപ്പോ ഞാനിപ്പോ 2 ദിക്റിന്റെ മഹത്വം ചെലുത്താൻ വന്ന മണി 12 11 വന്ന് ഇൻഷാ അല്ലാഹ് ഇനി ഇതിന്റെ അപ്പുറം പറയുമ്പോൾ പിന്നെ ലേറ്റായി പോകും. മാത്രമല്ല പലർക്കും നാളെ ജോലിയും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. നാളെ പരിപാടിയും ഉണ്ട്. നിങ്ങൾ വേം വന്നിട്ട് വേം ചന്താക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നീട്ടുന്നില്ല. പിന്നെ നമുക്ക് ദ്വാരന്നിട്ട് സലാത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വരണം. എല്ലാവരും ഇതിന്റെ ഇടയിൽ പോയിരുന്നു 2 മണിക്കൂറോളം സ്വർഗത്തിന്റെ തോപ്പിലിരുന്ന് നിങ്ങ മലായികത്ത് നിങ്ങളെ കൂടെ ഇരുന്ന് നിങ്ങ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രം കണ്ണും കാതും കൽബും കയ്യും കാലും ഈ 2 മണിക്കൂറിൽ ചെലവഴിച്ചവരാണ് ഞാൻ. അല്ലേ? ഞാൻ മീൻ്റെ ഇടയിൽ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടാൽ ഇതിപ്പോ പൈസ തരും, അതാക്കൂ ഇതാക്കൂ, എന്നെ പ്രസിഡന്റ് ആക്കൂ, നാളെ കമ്മിറ്റി കൊടുക്കും, ചെലിട്ട് ഞാൻ മൊബൈലാക്കാൻ മതിനല്ലേ. അള്ളാഹ് കബൂലാക്കട്ടെ. ഈ 2 മണിക്കൂറോളം ഇരുന്ന നിങ്ങ എന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്ന് തരണം. ഞങ്ങൾക്കൊന്ന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ബേജാറുണ്ട്. പലരോടും പറഞ്ഞതുകൊണ്ട് പറയാത്ത ബേജാറുമുണ്ട്. ആരോട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ബേജാറുമുണ്ട്. നമുക്ക് അല്ലാഹ് ജല്ല നമുക്ക് മരിക്കണോ, ഈമാനോട് മരിക്കണോ. ഞങ്ങൾ മരിച്ചുപോയ ഉമ്മ വാപ്പുണ്ട്, ഓറല്ല നമ്മൾ എന്ത് കിട്ടുന്നതിൽ കാത്തോണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദ്വാരക്കണോ. ഇൻഷാ അല്ലാഹ് ദ്വാരന്നിട്ട് സലാത്ത് ചെല്ലുമ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞു, നേതാക്കള്, കാരണവന്മാര്, പിരിശപ്പെട്ട ബാല്യക്കാര്, സ്നേഹമുള്ള കുഞ്ഞു പൈതങ്ങള് എല്ലാവരും വരണം. അങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹ് തന്നത് അള്ളാഹ്ക്ക് എന്റെ കയ്യിൽ തന്നെങ്കിലായി. ഇനി ഇല്ലേ സാരമില്ല, നിങ്ങൾ ബേജാറാക്കണമെന്നില്ല. ഒന്നരത്തേക്ക് വന്നിട്ട് മുസാഫത്ത് ചെയ്തിട്ട് പോണോ. എന്തെങ്കിലും ഉണ്ടാ നല്ല നിയത്ത് കരുതിയിട്ട്, കടിയിലുള്ള രോഗങ്ങൾ കരുതിയിട്ട്, മരിച്ചുപോയ ബാപ്പുമ്മാനെ കരുതിയിട്ട്, ഈമാനോടെ മരിക്കണമെന്ന് കരുതിയിട്ട്, ആഖിറത്തിന്റെ സലാമത്ത് കരുതിയിട്ട്, ഈ കേട്ട വഅൽ ഈ ദിക്റിന്റെ മഹത്വം കേട്ട് പറഞ്ഞിട്ട് കേട്ട ഈ വഅൽ ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് നല്ലൊരു സംഭാവന എന്റെ കയ്യിൽ തരണം. അല്ലാഹു തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. മദ്രസന്റെ കാര്യം അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇത്തരലാക്കി. ഇനി എന്തോ കുറച്ചും കൂടി ബാക്കിയുണ്ട്. മേലെന്തോ സൗകര്യം മതിയാകുന്നില്ല. 10ാം ക്ലാസ്സോളം മദ്രസ ഉണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. ചെറിയ നാട് ചെല്ലി ഞമ്മ പണ്ണിയും ചെറുതാക്കുന്നല്ലാതെ നാട് വലിയ നാട്ടിലെ 10ാം ക്ലാസ് 5ാം ക്ലാസ്സോളം മദ്രസ. നമ്മൾ ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് 10ാം ക്ലാസ്സോളം മദ്രസ ഉണ്ട്. 10ാം ക്ലാസ്സോളം മദ്രസയിൽ പഠിക്കുന്ന 6 പിള്ളമാരും അയലക്കം വന്നിട്ടില്ല. അത് വേറെ വിഷയം. അതെ.